ഹായ് മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ? ഓക്കെ, ഇപ്പം നമ്മുടെ ഓണപ്പരീക്ഷ വീണ് അല്ലേ? ഓണപ്പരീക്ഷ ആവാൻ പോവുകയാണ്. അപ്പം ഫസ്റ്റ്, അതായത് +2 തുടങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ എക്സാം ആണ്. അപ്പം എല്ലാവരും നല്ല മാർക്ക് മേടിക്കണ്ടേ അല്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് എന്നല്ലേ പറയണത്. അപ്പം നമുക്ക് ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഫുൾ മാർക്ക്, എല്ലാവരും ഫുൾ മാർക്ക് മേടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് എന്ന് പറയാം. ഏകദേശം ഒരു 4 ചാപ്റ്റർ ഉണ്ട്. ഇപ്പൊ ഓരോ സ്കൂളുകളിലും ഓരോ എന്താണ്, ചില സ്കൂളിൽ 2 ചാപ്റ്റർ, ചില സ്കൂളിൽ 3, ചിലത് 6 ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ കമ്പൽസറി ആയിട്ട് എന്തായാലും ഓണപരീക്ഷയ്ക്ക് വരുന്നത് അടുപ്പിച്ച് 4 ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ആ 4 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവരും ഈ വീഡിയോസ് ഫുള്ള് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ചാപ്റ്റർ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ആദ്യത്തെ 4 ലെസൺ ആണ് റിവ്യൂ C++, അറേ, ഫങ്ഷൻസ് ആൻഡ് വെബ് ടെക്നോളജി. ഓക്കെ, റിവ്യൂ C++ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ പിള്ളേർ വിചാരിക്കും പ്രോഗ്രാമിംഗ് അല്ലേ, ടഫ് ആണെന്നൊന്നും വിചാരിക്കേണ്ട, വളരെ സിമ്പിൾ ആണ്. 10 മാർക്കാണ്. മെയിൻ എക്സാമിന് വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ 10 മാർക്ക് ഇതിൽ നിന്ന് തന്നെ വരും. ഓക്കെ, അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ലെസൺ ആണ്. കുറച്ചധികം ഉണ്ടെങ്കിലും വളരെ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. അപ്പൊ റിവ്യൂ C++, പിന്നെ അറേ, നമ്മുടെ ഈ വർഷത്തെ പുതിയ ടോപ്പിക്കാണ് അറേ, ഫങ്ഷൻസ്, പിന്നെ പ്രോഗ്രാമായി ആദ്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വെബ് ടെക്നോളജി അല്ലേ? അത് ഒരു പുതിയൊരു ലാംഗ്വേജ് ആണ്, പുതിയൊരു ഭാഷയെന്ന് പറയാം നമുക്ക് അല്ലേ? അതായത് സൈറ്റുകളുടെ ഭാഷയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റിവ്യൂ C++ എന്താണെന്ന് നോക്കാം. പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ എല്ലാവരും ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. +1 4, 5, 6, 7 ഇത്രയും ചാപ്റ്റേഴ്സിൽ മൊത്തം പഠിച്ചത്, അതെല്ലാം കൂടി ഒന്നിച്ചിട്ടുള്ള ഒരു അവിയിൽ വരുമെന്നൊക്കെ പറയാം നമുക്ക് അല്ലെ? അങ്ങനെ ഒരു ഒന്നിച്ചിട്ടുള്ള ടോപ്പിക്കാണ് റിവ്യൂ C++. ഓക്കെ, നോക്കാം നമുക്ക് റിവ്യൂ C++. അത് പറയുമ്പോൾ തന്നെ ഏകദേശം എല്ലാവരുടെയും മനസ്സിലേക്ക് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ടോക്കൺ എന്ന് പറഞ്ഞത് അല്ലെ? ടോക്കൺ എന്താണ് എല്ലാവർക്കും അറിയാലോ, ടോക്കൺ. അപ്പൊ നോക്കാം, നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ റിവ്യൂ C++ എന്താണെന്ന് നോക്കാം. അല്ല, ആദ്യം തന്നെ വരുന്നത് വാട്ട് യു മീൻ ബൈ ക്യാരക്ടർ സെറ്റ്. ക്യാരക്ടർ സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ തന്നെ നിങ്ങൾ വേറൊന്നും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം, കീബോർഡ് അല്ലെ? കീബോർഡ് ആണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയുണ്ട് കീബോർഡിൽ മക്കളെ? നമ്പേഴ്സ് ഉണ്ട് അല്ലെ? 0 to 9, ലെറ്റേഴ്സ് A to Z, ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്റർ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസ്, പിന്നെ അതർ ക്യാരക്ടേഴ്സ്, ആസ്കി കോഡുകൾ, ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്ത്? നമ്മുടെ ക്യാരക്ടർ സെറ്റ്. അപ്പൊ കീബോർഡിനെയാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ? ദി സ്റ്റഡി ഓഫ് കീബോർഡ്. ഓക്കെ, എന്താണ് ടോക്കൺ? ടോക്കൺ ഞാനൊരു പ്രത്യേക സ്റ്റൈലിലൊക്കെ കൊടുത്തിട്ടുണ്ട് ടോക്കൺ എന്നുള്ള സംഭവം. കാരണം ടോക്കൺ ആണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ബേസ് എന്ന് പറയുന്നത്. നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാരി വളരെ നൈസായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലേ? ഇപ്പൊ ഇതിലെ അക്കൗണ്ടൻസി, ബിസിനസ്സും അതിലെ എക്കണോമിക്സും എല്ലാത്തിനും മാർക്ക് മേടിക്കാം. അതിലുപരി ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ള വിഷയമാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ അതില് ആ ഒരു ഇതില് എത്ര മാർക്ക് ഉണ്ടോ ഫുൾ മാർക്ക് നമുക്ക് ഇതിൽ മേടിച്ചെടുക്കാം. അപ്പൊ നോക്കാം നമുക്ക് ടോക്കൺസ്. ടോക്കൺ ഒരു എന്താണ് ബേസ് എന്ന് പറയുന്നത്, പ്രോഗ്രാമിന്റെ ബേസ്. ഇപ്പൊ നമ്മൾ പറയും വീടൊക്കെ പണിയുമ്പോൾ നമ്മൾ അടിത്തറ അല്ലെ, തറ കെട്ടിയിട്ടാണ് നമ്മൾ വീട് പണിയുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് ഒരു പ്രോഗ്രാമിന്റെ തറ, ഫൗണ്ടേഷൻ ആണ് ടോക്കൺ എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിന്റെ ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് നമ്മൾ ടോക്കൺ എന്ന് പറയുന്നത്. ടോക്കൺ 5 ടോക്കൺസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? കിൽപ്പോ എന്ന് പറയും അല്ലെ? കിൽപ്പോന്നോ പൊളിക്കുന്നോ, പിള്ളേരുടെ സൗകര്യത്തിനനുസരിച്ച് പിള്ളേർ ഇഷ്ടമുള്ളതൊക്കെ പറയും. അപ്പൊ നമുക്കിപ്പോ കിൽപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? കീവേഡ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. എന്തൊക്കെയാണ്? കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ് എല്ലാം ആസിലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഇതാണ് എന്ത്? ടോക്കൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ടോക്കൺ എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക്. ഓക്കെ, അപ്പൊ കീവേഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത ആളെ അറിയാലോ, ബജാർനെ സ്ട്രോസ്ട്രപ്പ് എന്ന ആള് AT&T ബെൽ ലബോറട്ടറിയിൽ വെച്ച് ഡെവലപ്പ് ചെയ്തതാണ് നമ്മുടെ എന്ത്? C++ പ്രോഗ്രാം. അപ്പൊ ആ ആള്, അതായത് പ്രോഗ്രാം നിർമ്മിച്ച ആള് കുറെ വേർഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് റിസർവ് വേർഡ് അല്ലെങ്കിൽ കീവേഡ് എന്ന് പറഞ്ഞാൽ. കീവേഡ്സ് ആർ റിസർവ് വേർഡ്, സ്പെസിഫിക് മീനിങ് cannot be changed. അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും? ചേഞ്ച് ചെയ്യില്ല, സ്പെസിഫിക് മീനിങ് ആയിരിക്കും, അത് റിസർവ് വേർഡ് ആയിരിക്കും. പിന്നെ കീവേഡ്സുകൾ എന്ന് പറയുമ്പോൾ എല്ലാം സ്മോൾ ലെറ്ററിലാണ്. ഈ പ്രോഗ്രാം തന്നെ ഒക്കെ കേസ് സെൻസിറ്റീവ് ആണ്, സ്മോൾ ലെറ്ററിൽ എഴുതണം. ഓക്കെ, അപ്പൊ എല്ലാ വേർഡുകളും, അതായത് കീവേഡ് എന്ന് പറയുമ്പോൾ എല്ലാം സ്മോൾ ലെറ്ററിലായിരിക്കണം. അപ്പൊ റിസർവ് വേർഡിന് നമ്മൾ എന്ത് പറയും? കീവേഡ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? ഇനി കുറച്ച് കീവേഡ്സുകൾ ഞാൻ ഇവിടെ എഴുതി കാണിച്ചാൽ ഞാനിപ്പോ ഓൾറെഡി ഫോർ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ ഇന്റ്, വോയിഡ്, പിന്നെ അതുപോലെ എൽസ്,
സ്വിച്ച്, ബ്രേക്ക്, കണ്ടിന്യൂ, ഇതൊക്കെ എന്താണ് മക്കളെ? കീവേഡ്സുകളാണ്. ഇനി അടുത്തതാണ് ഐഡന്റിഫയേഴ്സ്. ഓക്കെ, ഐഡന്റിഫയർ ഈ യൂസർക്ക് മാത്രം വേർഡുകൾ കൊടുത്താൽ പോരല്ലോ. സോറി, നമ്മുടെ ഐഡന്റിഫയർക്ക് മാത്രം വേർഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമർക്ക് മാത്രം വേർഡ്സുകൾ കൊടുത്താൽ പോരാ, നമ്മൾക്കും കൊടുക്കണം. പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് യൂസർ ചില സമയത്ത് വേർഡ്സുകൾ ആവശ്യമായിട്ട് വരും. അപ്പൊ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണ് ഐഡന്റിഫയേഴ്സ്. മറ്റേത് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത ആൾ, ഡെവലപ്പർ ഉണ്ടാക്കിയ വേർഡുകളാണ് കീവേഡുകളെങ്കിൽ യൂസർ കൊടുക്കുന്ന വേർഡുകളെ നമ്മൾ എന്ത് പറയുന്നത്? ഐഡന്റിഫയർ. ഓക്കെ, അപ്പൊ ഐഡന്റിഫയർ യൂസർ കുറച്ച് വേർഡുകൾ കൊടുക്കണം. ഇപ്പൊ ഞാൻ പറയാം എക്സാമ്പിള്. ഇപ്പൊ ഇന്റ് എന്നുള്ളത് കീവേഡ് ആണ്, നമുക്കറിയാം. കാരണം ഇന്റ് റിസർവ് വേർഡ് ആണ്. ഇന്റിന് ഒരു സ്പെസിഫിക് മീനിങ് ഉണ്ടാവും. അത് സ്മോൾ ലെറ്ററിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പൊ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് എ ഒരു യൂസർ ഡിഫൈൻഡ് വേർഡ് ആണ്. പിന്നെ ക്യാപിറ്റൽ എ യൂസർ ഡിഫൈൻഡ് വേർഡ്. അപ്പൊ യൂസർ ഡിഫൈൻഡ് വേർഡ്സുകൾക്ക് റൂൾസ് ഉണ്ട്. യൂസർ മീൻസ് ഞാനൊരു യൂസറാണ്, നിങ്ങൾ ഈ കാണുന്നവരെല്ലാവരും അല്ലെ, എല്ലാവരും യൂസേഴ്സ് ആണ്. അപ്പൊ യൂസറിന് തോന്നിയത് എന്തും കൊടുക്കുന്നതാണ് യൂസേഴ്സിന്റെ വേർഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കൊടുക്കുന്ന അതേ വേർഡുകൾ നിങ്ങൾ കൊടുക്കണം എന്നില്ല. അപ്പൊ ഈ ഡെവലപ്പർ പറയാണ് ഞാൻ കുറച്ച് റൂൾസ് പറയുന്നുണ്ട്, ആ റൂൾസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോ. അപ്പോഴും ആരുടെ റൂൾ നമ്മൾ ഫോളോ ചെയ്യണം? ഡെവലപ്പറിന്റെ റൂൾ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പൊ ആ റൂൾ ചിലപ്പോൾ പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ റൂൾസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് വേറൊന്നുമല്ല, ഒരു ഐഡന്റിഫയർ അല്ലെങ്കിൽ ഒരു വേരിയബിൾ തുടങ്ങുന്നത് ആൽഫബറ്റിക് ലെറ്ററിലോ അണ്ടർസ്കോറിലോ ആയിരിക്കണം. അതായത് എ എന്ന് എഴുതാം, അണ്ടർസ്കോർ എ എന്ന് എഴുതാം, ഒരു കാരണവശാലും 1 എന്ന് എഴുതരുത്. റോങ്. ഓക്കെ, രണ്ടാമത്തേത് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററും അലൗഡ് ആണ്. കീവേഡ് ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഐഡന്റിഫയർ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാം. അതായത് ക്യാപിറ്റൽ എ ബി എന്ന് കൊടുക്കാം. അപ്പൊ അപ്പർ കേസ് ലോവർ കേസ്, അപ്പർ കേസ് മീൻസ് ക്യാപിറ്റൽ ലെറ്റർ, ലോവർ കേസ് മീൻസ് സ്മോൾ ലെറ്റർ. അപ്പർ കേസിലും ലോവർ കേസിലും എഴുതാം. ഇനി കീവേഡ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതായത് കീവേഡ്സ് ഇപ്പൊ എ ബിക്ക് പകരം ഇൻഡോ ഇഫോ കീവേഡുകളൊന്നും ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇനി ഞാനിപ്പോ ഇവിടെ എ ബി എന്ന് എഴുതി, ഇപ്പൊ അറിയാണ്ട് ഒരു കുത്തിട്ട് പോയി, ഈ മാർക്കർ വെച്ച് അറിയാണ്ട് ഒരു പോയിന്റ് വന്നുപോയി. അപ്പൊ അവിടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇസ് നോട്ട് അലൗഡ്, വൈറ്റ് സ്പേസ് ഇസ് നോട്ട് അലൗഡ്. ഓക്കെ, ഇതൊക്കെയാണ് റൂൾസുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ റൂൾസുകൾ പഠിക്കണം. ഐഡന്റിഫയറിന്റെ റൂൾസുകളാണ് പറഞ്ഞത്. അപ്പൊ ഈ റൂൾസുകൾ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ഐഡന്റിഫയർ ഡിക്ലെയർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ കീവേഡ്സ് ഐഡന്റിഫയേഴ്സ് കഴിഞ്ഞു. അടുത്തതാണ് ലിറ്ററൽസ്. ലിറ്ററൽസ് 4 തരത്തിൽ. അപ്പൊ എന്താണ് വാട്ട് യു മീൻ ബൈ ലിറ്ററൽസ്? അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ലിറ്ററൽസ് പഠിച്ചിട്ടുണ്ട്. 4 തരത്തിൽ ലിറ്ററൽസ് ഉണ്ട്. സ്ട്രിംഗ് ലിറ്ററല്, ക്യാരക്ടർ ലിറ്ററല്, ഇന്റീജർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററല്. ഓക്കെ, അപ്പൊ ലിറ്ററൽസ് എന്ന് പറഞ്ഞ മറ്റൊരു പേരാണ് കോൺസ്റ്റന്റ്. എന്താണ് കോൺസ്റ്റന്റ്? അതായത് കോൺസ്റ്റന്റ് മീൻസ് ഫിക്സഡ് എന്ന അർത്ഥം. അപ്പൊ ഫിക്സഡ് വാല്യൂ. കീവേഡ് എന്തായിരുന്നു? ഫിക്സഡ് മീനിങ്. ഇവിടെ എന്താണ്? ഫിക്സഡ് വാല്യൂ. ഒരു ഫിക്സഡ് വാല്യൂ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിറ്ററൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റീജർ ലിറ്ററൽ മീൻസ് പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സുകൾ, പോസിറ്റീവ് നമ്പേഴ്സും വരാം, നെഗറ്റീവ് നമ്പേഴ്സും വരാം. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ, പോയിന്റ് ഉള്ള നമ്പേഴ്സ്, അവിടെയും പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം. ഇനി അടുത്ത് തന്നെ ക്യാരക്ടർ ലിറ്ററൽ. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഓൺലി ലെറ്റർ, എന്താണ് 1 ലെറ്റർ മാത്രം സിംഗിൾ കോഡ്സിൽ എഴുതുന്നതിന് ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറയും. ഒരു ലെറ്റർ മാത്രം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇവിടെ W കണ്ട, ഒരു ലെറ്റർ മാത്രം ഞാൻ എഴുതി 1, ഒരു ലെറ്റർ മാത്രം സിംഗിൾ കോഡ്സിൽ എഴുതി. അതേസമയം ഞാൻ വിന്നേഴ്സ് എന്ന് എഴുതി. വിന്നേഴ്സ് എന്ന് എഴുതുമ്പോൾ ഒന്നിലധികം ലെറ്ററിൽ അപ്പോൾ അവിടെ സിംഗിൾ കോഡ്സ് റോങ് വരൂലേ? അപ്പൊ അവിടെ ഡബിൾ കോഡ്സ് കൊടുക്കണം. ഇനി ഞാൻ 1 2 3 എന്ന് എഴുതി. കണ്ട, ഒന്നിലധികം ലെറ്റേഴ്സ് അല്ലേ? അപ്പൊ 2 or more ലെറ്റേഴ്സിനാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഒരു ലെറ്റർ മാത്രമാകുമ്പോൾ അത് ക്യാരക്ടർ ആയി, ഒന്നിലധികം വരുമ്പോൾ അത് എന്തായി മാറും? അവിടെ സ്ട്രിങ് ആയി മാറും. അപ്പൊ സ്ട്രിങ് ആകുമ്പോൾ ഡബിൾ കോഡ്സും, പിന്നെ നോർമൽ ക്യാരക്ടർ ആകുമ്പോൾ സിംഗിൾ കോഡ്സും. അപ്പൊ നമ്മുടെ ലിറ്ററൽസ് കഴിഞ്ഞു. ലിറ്ററൽസിനെ പറയുന്നത് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സഡ് വാല്യൂ എന്ന് പറയും. ഓക്കെ, അടുത്തതാണ് പങ്ക്ച്വേറ്റേഴ്സ്. വേറൊന്നുമല്ല, നമ്മുടെ കീബോർഡിൽ കുറെ സിമ്പിളുകൾ ഉണ്ട്. ഗ്രേറ്റർ ആംപർസാൻഡ് സിമ്പിളുകൾ, അതായത് പിന്നെ ബ്രാക്കറ്റുകൾ, സ്ക്വയർ ബ്രാക്കറ്റ്, പാരന്തിസിസ്, അങ്ങനെ ഒരു ബ്രേസസ്, അങ്ങനെ കുറെ സിമ്പിൾസ്, കോമ, സെമി കോളൻ, അതൊക്കെ വരുന്നത്. അങ്ങനെ സ്പെഷ്യൽ സിമ്പിളുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫങ്ഷൻസിന് നമ്മൾക്ക് എന്ത് പറയാം? പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, നമ്മുടെ ബ്രേസ്, പിന്നെ ഓപ്പണിംഗ് ബ്രേസ്, ക്ലോസിംഗ് ബ്രേസ്, ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ്, ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? പങ്ക്ച്വേറ്റേഴ്സിൽ വരുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് മാത്രം എപ്പോഴും ചോദിക്കാറുണ്ട്. അത് ചെറുതായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, വലിയതായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എങ്കിലും അത് വളരെ സിമ്പിളും ആണ്. കുറെ ചിഹ്നങ്ങളാണ്, അതായത് കുറെ സിമ്പിളുകളാണ് മക്കളെ. ഇവിടെ നോക്കിയേ, A+B ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ പ്ലസ് എന്നുള്ളതാണ് എന്ത്? ഓപ്പറേറ്റർ. പ്ലസ് എന്നുള്ളത് എന്താണ്? ഓപ്പറേറ്റർ. ആ സിമ്പിൾ അല്ലെങ്കിൽ ആ ചിഹ്നത്തെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എയും ബി എന്താണ്? ഓപ്പറാൻസ്. എയും ബി എന്താണ്? ഓപ്പറാൻസ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഓപ്പറേറ്റേഴ്സ് 3 വേയിലാണ് പോകുന്നത്. യുണറി, ബൈനറി, ടേണറി. യുണറി, ബൈനറി, ടേണറി. യുണറി 1 ഓപ്പറാൻഡ്, ബൈനറി
2 ഓപ്പറാൻഡ്, ടേണറി 3 ഓപ്പറാൻഡ്. വേറെ ഒന്നുമില്ല, ഒരു വേരിയബിൾ ഉണ്ടാവും, 2 വേരിയബിൾ ഉണ്ടാവും, 3 വേരിയബിൾ ഉണ്ടാവും. ഓക്കെ, അതിൽ ടേണറി എന്ന് പറയുമ്പോൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. ബാക്കിയുള്ളതെല്ലാം ഈ ബൈനറിയിലൊക്കെ വരുന്നതാണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ് നമുക്ക് എന്തിൽ വരുന്നത്, ഈ ടേണറിയിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്. 7 ഓപ്പറേറ്റേഴ്സ് ഉണ്ടായി. 7 പേരുകൾ ഇപ്പൊ തന്നെ വേഗം വായിച്ചു പഠിച്ചോ. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ, increment and decrement operator, conditional operator, input output operator. That's all. അത്രേ ഉള്ളൂ. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ എന്താണ് മക്കളെ? അരിത്തമെറ്റിക് അത് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. കണക്ക് കൂട്ടാൻ പഠിക്കുന്ന കാലം മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു ഓപ്പറേറ്റർ ആണ് അരിത്തമെറ്റിക്. പ്ലസ് മൈനസ് ഞാൻ ഓരോന്നിന്റെ നേരെ അതിന്റെ സിമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ, മോഡുലാർ ഡിവിഷൻ, അതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അടുത്തതാണ് റിലേഷണൽ. റിലേഷൻ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ലെസ് ദാൻ, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഈക്വൽ ടു. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചേക്കുന്നത് ഇതാണ് ഈക്വൽ ടു അല്ലേ? പക്ഷെ നമ്മുടെ പ്രോഗ്രാമിൽ ഇത് ഈക്വൽ ടു അല്ല, രണ്ടെണ്ണം ഇട്ടാൽ അത് ഈക്വൽ ടു ആകുള്ളൂ. ദെൻ ലോജിക്കൽ ഓപ്പറേറ്റർ, അത് പുതിയ ഓപ്പറേറ്റർ ആണ്. ആൻഡ്, ഓർ, നോട്ട്, ഇതൊക്കെയാണ് ആൻഡ്, ഓർ, നോട്ട്. ആ സിമ്പിളുകളാണ് നമുക്ക് വേണ്ടത്. ഇനി അസൈൻമെന്റ് ആണ്. അപ്പൊ നോക്കി, ഇതൊരു വ്യത്യാസം എപ്പോഴും ചോദിക്കുക. അപ്പൊ ഈ തവണ നമുക്ക് ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് എ ഈക്വൽ ടു 10, എ ഡബിൾ ഈക്വൽ ടു 10. അപ്പൊ അതിൽ തന്നെ ഒരെണ്ണം നിങ്ങൾ എഴുതിക്കൊള്ളണം. കാരണം ഒരു ഈക്വൽ എന്ന് പറയുമ്പോൾ അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. 2 ഈക്വൽ എന്ന് പറയുമ്പോൾ എന്താണ്? റിലേഷണൽ ഓപ്പറേറ്റർ. ഇവിടെയാണ് ഈക്വൽ ടു വരുന്നത്. സമം മീൻസ് തുല്യത, ഇക്വാലിറ്റി വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഇക്വാലിറ്റി അല്ല, ഇവിടെ അസൈൻ ആണ്. അസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ലെഫ്റ്റിലുള്ള വേരിയബിളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മളിപ്പോ എന്താണ് ഫുഡൊക്കെ പാത്രത്തിനാക്കുക, അല്ലെങ്കിൽ ബാഗിലേക്ക് ബുക്ക് എടുത്ത് വെക്കുന്നതിനെയാണ് നമ്മൾ അസൈൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മളെ വ്യത്യാസം ചോദിക്കും. ഇനി ഇൻക്രിമെന്റ് എന്ന് വെച്ചാൽ പ്ലസ് 1 കൂടുക, ഡിക്രിമെന്റ് എന്ന് വെച്ചാൽ -1 കുറയുക. അതിലൊരു ക്വസ്റ്റ്യൻ വേണത് എങ്ങനെയാണെന്ന് അറിയോ? അതായത് എയുടെ വാല്യൂ 10 ആണെന്ന് വിചാരിക്കും. ഈ എയുടെ വാല്യൂക്ക് എനിക്ക് 1 കൂട്ടണം. അതായത് 1 കൂട്ടാനുള്ള പല മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു a+1, അതൊരു മെത്തേഡ്. അപ്പൊ 11 ആകും. പിന്നെ a++ അപ്പോഴും 11 ആവും. പിന്നെ ++a അപ്പോഴും 11 ആവും. പിന്നെ a+=1. കണ്ട, ഇതാണ് ഇത്രയും മെത്തേഡുകളുണ്ട്. ഇതൊരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതായത് ഒരു വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാനുള്ള മെത്തേഡുകളാണ് ചോദിക്കുന്നത്. a=a+1, പിന്നെ a++, പിന്നെ +=1. ഓക്കെ, ഈ മെത്തേഡുകൾ ഓർമ്മ വേണം. ഇത് ഇൻക്രിമെന്റ്. ഇതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? ഡിക്രിമെന്റും ഉണ്ട്. ഓക്കെ, ഇനി കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ് എന്ത്? ടേണറി. അതായത് ഇപ്പൊ ഈ a=10 ഇത് അസൈൻമെന്റ് ആണ്. അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം മാത്രം, എ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് എന്ത് ഓപ്പറേറ്റർ ആണ്? യുണറി. ഒരെണ്ണല്ലേ ഉള്ളൂ. അതേസമയം ഇതൊക്കെ യുണറി ആണ്. അതേസമയം a+b, അപ്പൊ അവിടെ 2 എണ്ണം വന്നു. അപ്പൊ അത് എന്ത് ഓപ്പറേറ്റർ ആണ്? ബൈനറി. അപ്പൊ നമ്മുടെ അരിത്തമെറ്റിക്കും റിലേഷണലും ലോജിക്കലും എന്തിൽ വരാം? ആൻഡ് ഓറൊക്കെ എന്തിൽ വരാം? ഈ ബൈനറിയിൽ വരും. അതിൽ നോട്ട് എന്നുള്ളത് യുണറി ഓപ്പറേറ്റർ ആണ്. അതേസമയം അസൈൻമെന്റ് എന്ത് ഓപ്പറേറ്റർ ആണ്? യുണറി ഓപ്പറേറ്റർ. ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഇൻക്രിമെന്റും ഡിക്രിമെന്റും എന്ത് ഓപ്പറേറ്റർ? യുണറി. ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഇനി കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ 2 സിമ്പലുകൾ വരുന്ന, ക്വസ്റ്റ്യൻ മാർക്ക് 2 കുത്തും. അവിടെ 3 ഓപ്പറേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതെന്തായി? ടേണറി ഓപ്പറേറ്റർ ആയി. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മുടെ സി ഇന്നും സി ഔട്ടും ആണ്. ഏതൊക്കെയാണ്? എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററും ഇൻസെർഷൻ ഓപ്പറേറ്റർ. പേര് പഠിക്കണം. എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററും ഇൻസെർഷൻ ഓപ്പറേറ്റർ, അതായത് സി ഇന്നും സി ഔട്ടും. ഇതാണ് നമ്മുടെ എന്ത്? ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേറ്റേഴ്സ് എപ്പോഴും ചോദിക്കും. അതിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഞാനിപ്പോ പറഞ്ഞത്. അസൈൻമെന്റ് തന്നിട്ട് ചോദിക്കും. പിന്നെ അതുപോലെ ഇൻക്രിമെന്റ് ചെയ്യാനുള്ളതും ഡിക്രിമെന്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ ചോദിക്കും. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പിക് ആണ് ഡാറ്റ ടൈപ്പ്. എന്താണ് ഡാറ്റ ടൈപ്പ് മക്കളെ? അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കുന്ന പല വിവരങ്ങളായിരിക്കും. ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട് ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ ആ സ്റ്റുഡന്റിന് എന്തൊക്കെ വിവരങ്ങൾ ഉണ്ടാവും? ആ സ്റ്റുഡന്റ് പേരുണ്ടാവും അല്ലെ, ക്യാരക്ടർ ഉണ്ടാവും. പിന്നെ ആ കുട്ടിക്ക് ഏജ് ഉണ്ടാവും. അതായത് ഏജ് ആകുമ്പോൾ നമ്പർ ആയിരിക്കും. പിന്നെ മാർക്കുകൾ ഉണ്ടാവും. മാർക്കുകൾ ചിലപ്പോൾ പോയിന്റ് ഉള്ളത് വരാം, പോയിന്റ് ഇല്ലാത്ത മാർക്കുകൾ വരാം. അപ്പൊ ഒരു സ്റ്റുഡന്റ് എന്ന നിലയിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒരു സ്റ്റുഡന്റിന് പല വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ കൊടുക്കാനുണ്ടാവും. വിവരങ്ങളൊക്കെ പല രീതിയിലായിരിക്കും. അപ്പൊ നമ്മുടെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നോക്കാം. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് ഇന്റ്, ഫ്ലോട്ട്, ഡബിൾ, ക്യാർ, വേർഡ്. എന്തൊക്കെയാണ്? ഇന്റ്, ഫ്ലോട്ട്, ഡബിൾ, ക്യാർ. ഇതൊരു ഓർഡറിൽ പറഞ്ഞ എന്താണെന്നറിയോ? ചില കുട്ടികൾ ഇന്റ് പറഞ്ഞിട്ട് ക്യാർ പറയും, പിന്നെ ഡബിൾ പറയും. അങ്ങനെ പറയരുത്. പഠിക്കുമ്പോൾ ഓർഡറിൽ പഠിക്കാൻ ശ്രമിക്കുക. വേറൊന്നുമല്ല. അതായത് ഇന്റ്, ഫ്ലോട്ട്, ഡബിൾ എന്ന് പറയുന്നത് നമ്പേഴ്സുകളാണ്.
അത് മൊത്തം നമ്പറാണ്. ഇൻഡ് മീൻസ് പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ്, ഫ്ലോട്ട് മീൻസ് നമ്പേഴ്സ് പോയിന്റ് ഉള്ള നമ്പേഴ്സ്, ഡബിൾ എന്ന് വെച്ചാൽ നമ്പേഴ്സ് തന്നെയാണ് പോയിന്റ് ഉള്ള വലിയ നമ്പേഴ്സുകളാണ് ഡബിൾ എന്ന് പറയുന്നത്. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ക്യാരക്ടേഴ്സ്. വേർഡ് മീൻസ് എംപ്റ്റി. കണ്ട നമ്മുടെ ഡാറ്റ ടൈപ്പും അതിന്റെ സൈസും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സൈസ് വെച്ചാൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ചെറിയൊരു ടോപ്പിക് കിടക്കുന്നുണ്ട്, അത് ഈ സൈസുമായി റിലേറ്റഡ് ആണ് മക്കളെ. അപ്പൊ നമ്മുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്: ഇൻഡ്, ഫ്ലോട്ട്, ഡബിൾ, ക്യാർ, വോയിഡ്. ഓക്കെ, വോയിഡ് മീൻസ് ഒന്നുമില്ല, നത്തിങ്. അപ്പൊ അതിന്റെ ബൈറ്റ് എത്രയായിരിക്കും? 0 ബൈറ്റ്. ക്യാർ എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സ് ആണ്, അതിന്റെ സൈസ് അല്ലെങ്കിൽ ബൈറ്റ് എന്ന് പറയുന്നത് 1 ബൈറ്റ് ആണ്. ഓക്കെ, ഇൻഡ് എന്ന് പറയുന്നത് 4 ബൈറ്റ്. ഇൻഡ് എന്താണ്? 4 ബൈറ്റ്. ഫ്ലോട്ട് എന്ന് പറയുന്നതും 4 ബൈറ്റ് തന്നെയാണ്. ഫ്ലോട്ടിന്റെ ഇരട്ടിയാണ് ഡബിൾ എന്ന് പറയുന്നത്. അപ്പൊ എത്രയാകും? 8 ബൈറ്റ് ആകും. ഓക്കെ, അപ്പൊ ഇതിലാണ് എന്ത് ഡാറ്റ ടൈപ്പ് വരുന്നത്. അടുത്തതാണ് വേരിയബിൾ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതി കാണിച്ചു തരാം. അതായത് ഇപ്പൊ എ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേരിയബിൾ ആണ്. ഇപ്പൊ എയിലേക്ക് എനിക്ക് ഒരു കുട്ടിയുടെ ഏജ് ആണ് കൊടുക്കണമെങ്കിൽ നമ്മ ആ ഏജ് എന്ന് പറയുന്നത് ഇൻഡിൽ കൊടുക്കുക. കണ്ട, ഇൻഡ് എ. അപ്പൊ ഏജ് കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ് ഏജ് ക്യാരക്ടർ, ആ കുട്ടിയുടെ പേരാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ക്യാർ നെയിം എന്ന് പറഞ്ഞു കൊടുക്കും. നെയിം കൊടുക്കും, അപ്പൊ തന്നെ സൈസ് കൊടുത്തോളാം. കണ്ട, അപ്പൊ നമ്മൾ ഡാറ്റ ടൈപ്പ് ആദ്യം കൊടുത്തു. ഡാറ്റ ടൈപ്പ് ആദ്യം കൊടുത്തു, അതിനുശേഷം നമ്മൾ വേരിയബിൾ കൊടുത്തു. അപ്പൊ എന്താണ് വേരിയബിള്? നമുക്ക് വാല്യൂ കൊടുക്കുന്നതിനാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ വേരിയബിൾസ് ആ നെയിം അല്ലെ. വേരിയബിൾ എന്ന് പറയുന്നത് നെയിം ആണ്, ഗിവൻ ടു ദ മെമ്മറി ലൊക്കേഷൻ. മെമ്മറിക്ക് കൊടുക്കുന്ന ഒരു പേരാണ്. അപ്പൊ എന്നെ തിരിച്ചറിയാൻ എനിക്കൊരു പേരുണ്ട്, നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയാൻ ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്. ആ പേര് വെച്ചിട്ടായിരിക്കും ഇപ്പൊ നമ്മുടെ സ്കൂളിൽ രജിസ്റ്റർ ഉണ്ട് അല്ലെ. ആ രജിസ്റ്റർ നോക്കി ടീച്ചർ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ നിങ്ങൾ അപ്പൊ തന്നെ പ്രസന്റ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളെ വിളിക്കുന്നതാണ് ആ പേര് അല്ലെ. അതേപോലെ തന്നെ എ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു കുട്ടിയുടെ ഏജ് ആണെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ഇൻഡ് ഏജ് എന്ന് കൊടുത്തു. കണ്ടാ, അപ്പൊ ഈ ഏജ് എടുത്ത് വെക്കാൻ ഒരു സ്ഥലം വേണ്ടേ, അതിനാണ് ഞാൻ ഏജ് എന്ന് കൊടുത്തേക്കുന്നത്. ആ കുട്ടിയുടെ എത്ര വയസ്സാണ് ആ വയസ്സ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഏജ് എന്ന് കൊടുത്തു. അപ്പൊ ഒരു വേരിയബിളിന്റെ 3 പാർട്ടാണ്: വേരിയബിൾ നെയിം, കണ്ടന്റ്, അഡ്രസ്. ഓക്കെ, ഏതൊക്കെയാണ്? അതായത് വേരിയബിളിന്റെ പേര് വേണം, പിന്നെ ആ വേരിയബിൾ എടുത്ത് വെക്കാൻ ഒരു അഡ്രസ്സ് വേണം, പിന്നെ അതിന് കണ്ടന്റ് വേണം. അപ്പൊ എപ്പോഴും എക്സാമിന് ചോദിക്കണേ എങ്ങനെയായിരിക്കും അറിയോ? ഒരു ബോക്സ് തന്നെ, ഇത് ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്, +2 കാർക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ബോക്സ് തന്നിട്ട് അവിടെ വലിയൊരു നമ്പർ തന്നു. ഓക്കെ, ഇനി അതിന്റെ പുറത്തൊരു വലിയ നമ്പർ തന്നു. ഓക്കെ, ദെൻ ഇവിടെ എന്ന് കൊടുത്തു. ചിലപ്പോൾ വലിയ നമ്പറൊക്കെ തരാം. അപ്പൊ ഇങ്ങനെ തരുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഇതിൽ ഈ വേരിയബിൾ ഏതാണ്, വേരിയബിൾ നെയിം ഏതാണ്, കണ്ടന്റ് ഏതാന്നൊക്കെ ചോദിക്കും. വേറൊന്നുമല്ല, ഈ എ എന്നുള്ളതാണ് വേരിയബിളിന്റെ പേര്, വേരിയബിൾ നെയിം. എ എന്നുള്ളത് വേരിയബിൾ നെയിം ആണ്. അപ്പൊ ചോദിക്കും ഈ അകത്ത് കിടക്കണ എന്താണ്? അകത്തുള്ളതാണ് കണ്ടന്റ്. ഇതെന്താണ്? കണ്ടന്റ്. അപ്പൊ ഇതെന്തായിരിക്കും? മെമ്മറി ആയിരിക്കും. പുറത്തുള്ളതായിരിക്കും മെമ്മറി അഡ്രസ്. ഓക്കെ, അപ്പൊ പല രീതിയിൽ ചോദ്യം വരും. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ 18 എന്നുള്ളത് കണ്ടന്റും എ എന്നുള്ളത് വേരിയബിളിന്റെ പേരും പുറത്തുള്ളത് മെമ്മറി അഡ്രസ്സുമാണ്. അപ്പൊ വേരിയബിളിന് 3 പാർട്സുകളാണ്: വേരിയബിൾ നെയിം, വേരിയബിൾ അഡ്രസ്സ്, പിന്നെ അതുപോലെ തന്നെ വേരിയബിളിലെ കണ്ടന്റും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ വേരിയബിൾ എന്താന്ന് പഠിച്ചു. ഇനി അത് എങ്ങനെ ഡിക്ലെയർ ചെയ്യേണ്ടതെന്നാണ് ഞാനിവിടെ ഓൾറെഡി എഴുതി കാണിച്ചു. ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തേക്കണേ എങ്ങനെയാണ്? ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു ഇൻഡ് എ അല്ലെങ്കിൽ ഇൻഡ് ഏജ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എന്താ കൊടുത്തത്? ഇൻഡ് എന്നുള്ളത് ഡാറ്റ ടൈപ്പ് ആണ്, നമ്മൾ പഠിപ്പിച്ചിട്ടില്ലേ? അപ്പൊ ഇൻഡ് ഡാറ്റ ടൈപ്പ് ആണ്, ഏജ് എന്നുള്ളത് വേരിയബിൾ നെയിം ആണ്. അപ്പൊ അതിന്റെ സിന്റാക്സ് ഒന്ന് പറഞ്ഞേ. ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം, എന്നിട്ട് സെമിക്കോളൻ ഇട്ട് കൊടുക്കണം. അപ്പൊ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ചിലപ്പോൾ ചോദിക്കും. അപ്പൊ ഡാറ്റ ടൈപ്പ് വേരിയബിളിന്റെ പേര് കൊടുക്കുക, സെമിക്കോളൻ കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ട് ഇഷ്ടമുള്ള എക്സാമ്പിൾ ചെയ്താൽ ഇവിടെ ഇൻഡ് ഏജ്, പിന്നെ ക്യാർ ചെയ്ത, ഫ്ലോട്ട് ചെയ്ത, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ ഒരു വേരിയബിൾ ഡിക്ലെയർ എങ്ങനെയാണ്? ഡാറ്റ ടൈപ്പ് സ്പേസ് ഇടുക, വേരിയബിളിന്റെ പേര് കൊടുക്കുക, സെമിക്കോളൻ ഇടുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്തത് കൺവേർഷൻ പഠിക്കാനുണ്ട്. ഇംപ്ലിസിറ്റും ഉണ്ട്, എക്സ്പ്ലിസിറ്റും ഉണ്ട്. വളരെ സിമ്പിൾ ആണ് കേട്ടാ. ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും. അല്ലെങ്കിൽ ഇംപ്ലിസിറ്റിനെ പറയുന്ന ടൈപ്പ് പ്രൊമോഷൻ. പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടേക്കണം. ഞാൻ കേട്ടേക്കുന്ന ഒരു പ്രൊമോഷൻ, ജോലിക്ക് പ്രൊമോഷൻ കിട്ടുക എന്നാണ്. അതായത് ഇപ്പൊ ചെറിയ പോസ്റ്റിൽ നിന്നും പ്രൊമോഷൻ ഉദ്ദേശിക്കുന്നത് ചെറുതിൽ നിന്നും വലുതിലേക്കാണ്. അപ്പൊ ചെറിയ ഡാറ്റ ടൈപ്പിൽ നിന്നും വലിയ ഡാറ്റ ടൈപ്പിലേക്ക് മാറ്റുന്നതാണ് എന്ത്? പ്രൊമോഷൻ. ഓക്കെ, അപ്പൊ ഇംപ്ലിസിറ്റി അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് എന്ന് പറയും. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിനെ വലുതിലേക്ക് മാറ്റുക, അതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇംപ്ലിസിറ്റ് കൺവേർഷൻ, അതായത് ഇത് എന്താണ്? ഇൻഡിന്ന് ലോങ്ങിലേക്ക് ആക്കാൻ. ഇൻഡ് എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ് ആണ്, ലോങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാൾ 8 ബൈറ്റ് ആവാം. അപ്പൊ ഒരു ചെറിയ ഡാറ്റ ടൈപ്പിൽ നിന്നും വലിയ ഡാറ്റ ടൈപ്പ് ആക്കുന്നതിനാണ് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് കാസ്റ്റിംഗ് ആണ്, പ്രോഗ്രാമർ ചെയ്യുന്ന ജോലിയാണ് ടൈപ്പ് കാസ്റ്റർ. ഇനി ടൈപ്പ് മോഡിഫയർ ഉണ്ട്. ടൈപ്പ് മോഡിഫയർ നമ്മളിപ്പോൾ പറഞ്ഞു തരാം. അതായത് ഇൻഡ്, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്, പലതരത്തിലുള്ള ഡാറ്റ ടൈപ്പുകളാണ് ടൈപ്പ് മോഡിഫയർ. അതിൽ
സൈൻ ഉണ്ട്, അൺസൈൻ ഉണ്ട്, ലോങ് ഉണ്ട്, ഡബിൾ ഉണ്ട്. അതാണ് ടൈപ്പ് മോഡിഫയറിൽ വരുന്നത്. അതായത് സൈൻ ഡാറ്റ ടൈപ്പ് ഉണ്ട്, അൺസൈൻ ഉണ്ട്, ലോങ് ഉണ്ട്, ഡബിൾ ഉണ്ട്. ആ ഒരു ലെവലിൽ, ആ ഒരു സൈൻ, അൺസൈൻഡ്, ലോങ്, ഡബിൾ, ആ ഒരു ലെവലിനെയാണ് നമ്മൾ ടൈപ്പ് മോഡിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്തതാണ് സ്റ്റേറ്റ്മെന്റ്. പ്രോഗ്രാമിൽ കുറച്ചധികം സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, കാസ്കേഡ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത്, ഇന്റ് എ സെമിക്കോളൻ. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് സി ഇൻ, സി ഔട്ട്, കാസ്കേഡ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ എഴുതി. ഇനി സ്റ്റേറ്റ്മെന്റുകൾ എല്ലാത്തിനും സെമിക്കോളൻ ഉണ്ട്. എല്ലാ സ്റ്റേറ്റ്മെന്റുകൾക്ക് എന്തുണ്ട്? സെമിക്കോളൻ. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഞാനിവിടെ എഴുതിക്കാം ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ചേർക്കാം, എ ഈക്വൽ ടു. ഓക്കെ, ഇപ്പൊ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നുണ്ട്, ഇന്റ് എ. ഇത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇനി എ ഈക്വൽ ടു 10, ഇത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഞാൻ ഇവിടെ സിയും കൊടുത്തു. നമുക്ക് സിയും കൊടുത്തതിന് സിയിനുണ്ട്, സി ഔട്ട് ഉണ്ട്. ഓക്കെ, ഇതിന്റെയാണ് ഞാൻ ഇൻസെഷനും എക്സെഷനും പറഞ്ഞത്. അപ്പൊ സി എന്ന് പറയുമ്പോൾ ഇവിടെ സിയും കൊടുത്തു, ഇവിടെ സി ഔട്ട് കൊടുത്തു, സി ഔട്ട് കണ്ട. അപ്പൊ ഇത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, ഇത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, ഇത് വേണമെങ്കിൽ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്, ഇത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇനി ഇത് രണ്ടും കൂടി വരും. അതായത് സി ഇൻ എ ബി, ഇതേ രണ്ടെണ്ണം വന്ന്, സി ഔട്ട് എ ബി, രണ്ടെണ്ണം ഒന്നിലധികം വരുമ്പോൾ ഈ രണ്ട് സാധനത്തിനാണ് നമ്മൾ കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. ഒരു സമയം മൾട്ടിപ്പിൾ, ഒന്നിലധികം വേരിയബിൾ കൊടുക്കുന്നതിനെ കാസ്കേഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് കാസ്കേഡ് സ്റ്റേറ്റ്മെന്റ്, ഇത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, ഇത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, ഇത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്, ഇത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഓക്കെ, സ്റ്റേറ്റ്മെന്റുകൾ ക്ലിയർ ആയി. ഇനി പ്രോഗ്രാമിന്റെ ഫണ്ടമെന്റൽ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ ഓഫ് പ്രോഗ്രാമിംഗ് ആണ്. അത് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്നുകൂടി ഞാൻ പറയുന്നുണ്ട്. ഹാഷിംഗ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ്, ഇന്റ് മെയിൻ, ബ്രേസ് ഓപ്പൺ ചെയ്യുക, നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എഴുതാം, റിട്ടേൺ 0 കൊടുക്കുക. ഇത് നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പ്രോഗ്രാമിംഗ് ഒക്കെ കുറെ നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും അത് ഈ തവണ പറഞ്ഞതിന്റെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നുള്ളൂ. അപ്പൊ സ്ട്രക്ചർ ഓഫ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഹാഷിംഗ് IO സ്ട്രീം, യൂസ് നെയിം സ്പേസ്, std സെമിക്കോളൻ, പിന്നെ അത് കഴിഞ്ഞ അപ്പൊ തന്നെ ഇന്റ് മെയിൻ കൊടുക്കുക, ബ്രേസ് ഓപ്പൺ ചെയ്യുക, നമുക്ക് പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാം, റിട്ടേൺ 0 കൊടുക്കുക, ബ്രേസ് ക്ലോസ്. സ്ട്രക്ചർ ഓഫ് പ്രോഗ്രാമിംഗ് ആയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് കമന്റ് ലൈൻ പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ കമന്റ് ലൈൻ ഉണ്ട്, മൾട്ടി കമന്റ് ലൈൻ. സിംഗിൾ ലൈൻ എന്ന് പറയുമ്പോൾ 2 സ്ലാഷ് ഇട്ടാൽ മതി. മൾട്ടി ലൈൻ എന്ന് പറയുമ്പോൾ ഒരു സ്ലാഷ് ഇട്ട് സ്റ്റാർ ഇടാം, എന്നിട്ട് എത്ര വേണമെങ്കിലും എഴുതിയതിനു ശേഷം ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയില്ലേ മക്കളെ? അടുത്തതാണ് രണ്ട് സംഖ്യകൾ കൂട്ടാനുള്ള പ്രോഗ്രാം ആണ്. ജസ്റ്റ് ഒരു പ്രോഗ്രാം ചിലപ്പോൾ ഇത്തവണ വന്നാലോ, ഹാഷിംഗ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് കൊടുത്തു, നമ്മുടെ ബ്രേസ് ഒക്കെ ഓപ്പൺ ചെയ്തു. രണ്ട് സംഖ്യകൾ കൂട്ടുക. രണ്ട് സംഖ്യകൾ കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എയും ബിയും കൊടുക്കുക, കൂട്ടാൻ സം എന്ന് കൊടുക്കുക, എൻ്റെ 2 നമ്പേഴ്സ് കൊടുത്തു, അതിനുശേഷം എയും ബിയും സ്കാൻ ചെയ്തു, സം ഈക്വൽ ടു A+B, അത് എന്ത് ചെയ്തു? പ്രിന്റ് ചെയ്തു. അപ്പൊ ഈ ഒരു പ്രോഗ്രാം പഠിച്ചു വെച്ച് പോകാട്ടെ. ചിലപ്പോൾ ഇത് ചോദിക്കാം, അല്ലെങ്കിൽ ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് ആയിരിക്കും ചോദിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് പ്രോഗ്രാം എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, അടുത്ത ടോപ്പിക് ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് രണ്ട് തരത്തിലാണ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. ഇതൊക്കെയാണ് ഡിസിഷൻ. ഈ ഡിസിഷന് തന്നെ വേറൊരു പേര് പറയും കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഏതാണ്? ഇപ്പൊ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് വെച്ച് ഇത് മുഴുവൻ എഴുതണം കേട്ടോ. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് വെച്ച് ഇത് മാത്രം എഴുതിയാൽ മതി. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഇത് മാത്രം. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് സിമ്പിൾ ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, എൽസ് ഇഫ് ഉണ്ട്, ലാഡർ ഉണ്ട്, നെസ്റ്റഡ് ഇഫ് ഉണ്ട്, സ്വിച്ച് കേസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ, നെസ്റ്റഡ് ഇഫ്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെയാണ് വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്. ഓക്കെ, ഇനി ഓരോന്നിന്റെ സിന്റാക്സ് പഠിക്കണം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇഫിന്റെ ആണ്. അപ്പൊ ഇഫിന് പ്രത്യേകതയുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇഫ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണ്. ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആകുമ്പോൾ നമ്മൾ ഇഫ് എഴുതാം. അപ്പൊ തന്നെ എന്ത് ചെയ്യണം? ഇഫ് എഴുതിയതിന് ശേഷം നമുക്ക് കണ്ടീഷൻ എഴുതേണ്ടി വരും അല്ലേ? അതായത് ഇഫിന്റെ ഉള്ളിൽ ബ്രാക്കറ്റിൽ രണ്ട് സംഖ്യകൾ, അപ്പൊ A ഗ്രേറ്റർ ദാൻ B കൊടുത്തു, ഉണ്ടാ A ഗ്രേറ്റർ ദാൻ B. എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? സി ഔട്ടിന്റെ ഉള്ളിൽ സി ഔട്ട് A ഈസ് ബിഗ്, A ഈസ് ബിഗ് എന്ന് കൊടുത്തു, കണ്ടാ സി ഔട്ടിൽ A ഈസ് ബിഗ് എന്ന് കൊടുത്തു. ദെൻ എൽസ്, എൽസിന്റെ കൂടെ എനിക്ക് ഇനി ബിയും കൂടി പ്രിന്റ് ചെയ്ത് വരണം. അപ്പൊ നമ്മൾ എന്തു? സി ഔട്ട് A കഴിഞ്ഞു, B ഈസ് ബിഗ് എന്ന് കൊടുത്തു, കണ്ടാ അപ്പൊ 2 എണ്ണം കൊടുത്തു. അതേസമയം എനിക്ക് 3 എണ്ണം എയും ബിയും സിയും ആണെങ്കിലാ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇഫ് A greater than B and A greater than C, then C ഔട്ടിൽ എന്ത് കൊടുക്കും? അപ്പൊ ഇവിടെ A പ്രിന്റ് ചെയ്യിച്ചു. Then else if കൊടുത്തു, അവിടെ B greater than A and B greater than C ആണെങ്കിൽ C ഔട്ടിൽ എന്ത് വരും?
ബി ആയിരിക്കും വലുത്. കണ്ട, ഇനി എൽസിന്റെ ഉള്ളിൽ അവസാനം സി ഔട്ടിൽ നമ്മൾ എന്ത് കൊടുക്കും? സി കൊടുക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇഫിന്റെ കൂടെ ഞാൻ ഇഫിന്റെ കൂടെ എൽസ് ചേർത്താണ്ട, എൽസ് ഇഫ് എന്ന് ചേർത്താ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫിന്റെ നേരെ മാത്രമേ കണ്ടീഷൻ എഴുതാൻ പാടുള്ളൂ. അപ്പൊ ഇതുപോലെ എത്ര എണ്ണം വേണമെങ്കിലും എഴുതാട്ടോ. ആദ്യം ഇഫ് എഴുതാം, ഒന്നിലധികം വരുമ്പോ എൽസിഫ് 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 അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. അവസാനം എന്ത് പാടുള്ളൂ? എൽസ് പാടുള്ളൂ. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ട, എ ഗ്രേറ്റർ ദാൻ ബി, എ ഈസ് ലാർജർ ദാൻ, പിന്നെ എ ഗ്രേറ്റർ ദാൻ. കണ്ട, ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാം. ഏതാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ എ മാത്രം പറ്റുള്ളൂ, ഇവിടെ ആണെങ്കിൽ എയും ബിയും പറ്റും. അപ്പൊ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കാനാണ് നമ്മൾ ഇഫ് എൽസ് കൊടുക്കുക. ഇത് ഇവിടെ നോക്കിയേ, കണ്ട, ഇഫ് ഒന്നാമത്തെ കണ്ടീഷൻ കൊടുക്കുക, വീണ്ടും നെസ്റ്റഡ് ഇഫ് ആണ്. ഒരു ഇഫിന്റെ ഉള്ളിൽ മറ്റൊരു ഇഫ് വരുന്നതിന് നെസ്റ്റഡ് ഇഫ്. അപ്പൊ ഈ സെയിം സാധനം തന്നെ നമുക്ക് നെസ്റ്റഡ് ഇഫ് ചെയ്യാം. ഇത് തന്നെയാണ് നെസ്റ്റഡ് ഇഫ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് വരുന്നത് എങ്ങനെയാണ്? ഇഫ് തരും, എന്നിട്ട് അതിനെ എന്തിലേക്ക്? സ്വിച്ചിലേക്ക് ആക്കാൻ, അല്ലെങ്കിൽ സ്വിച്ച് തന്നിട്ട് അതിന്റെ നെസ്റ്റഡ് ഇഫിലേക്കോ അല്ലെങ്കിൽ ഇഫിലേക്ക് ആക്കാനായിരിക്കും നിങ്ങൾക്ക് ഈ പ്രാവശ്യം എക്സാമിന് വരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം പഠിക്കേണ്ടത് സിന്റാക്സ് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ സ്വിച്ചും എന്തും തന്നിട്ടുണ്ട്, ഇഫ് കണ്ടീഷൻ രണ്ടും നമ്മളുടെ വ്യത്യാസം പറഞ്ഞുതരാം. രണ്ടിന്റെ സിന്റാക്സ് തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് എല്ലാവരും നോക്കാം. ഇഫിന് പകരം സ്വിച്ച്, ടെസ്റ്റ് എക്സ്പ്രഷൻ, ഇവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുക, എക്സ്പ്രഷൻ കൊടുത്തു. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, അവിടെ അപ്പൊ തന്നെ കേസ് 1 കൊടുക്കുക. ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 ആണെങ്കിൽ അവിടെ എന്ത് കൊടുക്കുക? കേസ് 1 കൊടുക്കുക. അപ്പൊ തന്നെ എന്ത് ചെയ്യാം? കേസ് 1 കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, ബ്രേക്ക്. സ്വിച്ചിന് മാത്രമുള്ള പ്രത്യേകത ബ്രേക്ക്. സ്വിച്ചിന് കൊടുക്കുക, എപ്പോഴും സ്വിച്ച് എഴുതുമ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴും എന്ത് കൊടുത്തോളണം? ബ്രേക്ക് കൊടുക്കണം. ഇഫ് അവസാനിക്കുന്നത് എൽസിലാണെങ്കിൽ ഈ സ്വിച്ച് അവസാനിക്കുന്നത് ഡീഫോൾട്ടിലാണ്. സ്വിച്ച് അവസാനിക്കുന്നത് ഡീഫോൾട്ടിലായിരിക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമുക്കൊരു പ്രോഗ്രാം ബേസ് ചെയ്ത് നോക്കാം, കാരണം അതായിരിക്കും നിങ്ങൾക്ക് ഈ തവണ ചോദിക്കുന്നത്. ഞാൻ 1 2 3 പ്രിന്റ് ചെയ്യിച്ചേക്കാണ്. അതായത് രണ്ട് രീതിയിലും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇഫിലും ചെയ്തിട്ടുണ്ട്, സ്വിച്ചിലും ചെയ്തിട്ടുണ്ട്. രണ്ടിന്റെ വ്യത്യാസം നോക്കാം നമുക്ക്. ആദ്യം ഇഫ് എ ഈക്വൽ ടു 1, എ 2 പ്രാവശ്യം ഈക്വൽ കൊടുത്താലേ നമുക്ക് ഇവിടെ ഈക്വൽ ആവുള്ളൂ. ഡബിൾ ഈക്വൽ ടു 1 ആണെങ്കിൽ 1 പ്രിന്റ് ചെയ്തു. പക്ഷെ നമുക്ക് ഒരിക്കലും സ്വിച്ചിൽ അങ്ങനെ ഡബിൾ ഈക്വൽ ടു ഒന്നും സൈനുകളൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മ ആ ഡബിൾ ഈക്വൽ ടു 1 അങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് എ മാത്രം ചെയ്യും. പക്ഷെ എപ്പോഴും 1 കൊടുക്കണ്ടേ? അപ്പൊ അത് കേസ് 1 ആവും. കേസ് 1 സി ഔട്ട് 1 കൊടുത്തു. ഇനി ഇവിടെ എ ഡബിൾ ഈക്വൽ ടു 2, അപ്പൊ നമുക്ക് ഇവിടെ കേസ് 2 ആയി. പിന്നെ നമുക്ക് സ്വിച്ചിന്റെ ആവശ്യമില്ല, കേസ് 2 ആയി. പിന്നെ ഇവിടെ 3 ആകുമ്പോൾ കേസ് 3 ആയി. എന്നിട്ട് ഓരോന്ന് പ്രിന്റ് ചെയ്യിച്ചു. ഇവിടെ ബ്രേക്കിന്റെ ആവശ്യമില്ല, ഇവിടെ പ്രിന്റ് ചെയ്യിച്ചു. ഇനി ഇവിടെ ഇഫിന്റെ അവസാനം എൽസ് ആണെങ്കിൽ ഇവിടെ സ്വിച്ചിന്റെ അവസാനം എന്താണ്? ഡീഫോൾട്ട് ആണ്. ഇതിന് അത് എന്ത് ചെയ്തു? പ്രിന്റ് ചെയ്യിച്ചു. കണ്ട, ഇവിടെ റോങ് നമ്പർ എൽസി കൊടുത്തു, ഇവിടെ റോങ് നമ്പർ കൊടുത്തു. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയായിരിക്കും ഒന്നിനെ സ്വിച്ച് തരും, എന്നിട്ട് അതിന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഇഫിലേക്ക്, അല്ലെങ്കിൽ ഇഫ് തന്നിട്ട് സ്വിച്ചിലേക്ക് കൺവേർട്ട്. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കട്ടെ മക്കളെ. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. അടുത്ത ഷുവർ ക്വസ്റ്റ്യൻ ആണ് പാർട്സ് ഓഫ് ലൂപ്പ്. ടൈപ്സ് ഓഫ് ലൂപ്പ് അല്ല, പാർട്സ് ഓഫ് ലൂപ്പ്. ഒരു ലൂപ്പിന് 4 ഭാഗങ്ങളാണ്: ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ലൂപ്പ്, അപ്ഡേറ്റ്. ഈ 4 ഭാഗങ്ങൾ ഇതേപോലെ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ആ 4 ലൂപ്പും കിട്ടും. ഇനിഷ്യലൈസേഷൻ അപ്പൊ തന്നെ ടെസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ശരിയാണെങ്കിൽ ബോഡി ഓഫ് ലൂപ്പ് പ്രിന്റ് ചെയ്യുക. ദെൻ അതിനുശേഷം അപ്ഡേറ്റ് കൊടുക്കുക. ഇത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ സംഭവം ഈ തന്നിരിക്കുന്ന ഇത് തെറ്റണ വരെയും ഈ ലൂപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവസാനം എക്സിറ്റ് ആവും. തെറ്റുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ട വരും. ഇതാണ് നമ്മുടെ ലൂപ്പ് സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇത് ലൂപ്പിലേക്ക്, അതായത് വൈൽ ലൂപ്പിലേക്ക്, ഫോർ ലൂപ്പിലേക്ക് മാറ്റേണ്ടതാണ്. ഇനി അടുത്തത് പഠിക്കേണ്ടത്. അപ്പൊ പാർട്സ് ഓഫ് ലൂപ്പ് ഓർമ്മ വേണം. ഏതൊക്കെയാണ്? ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ലൂപ്പ്, അപ്ഡേറ്റ്. ഇതാണ് പാർട്സ് ഓഫ് ലൂപ്പ്. ഇത് എന്തായാലും ചോദിക്കോട്ടെ മക്കളെ. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ഒരു പ്രോഗ്രാം നോക്കാം. അതായത് വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് എങ്ങനെയാണ് ചെയ്യണേ നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് വൈൽ ലൂപ്പ്. നമുക്ക് ആദ്യം പഠിക്കാം. ആദ്യത്തെ ലൂപ്പാണ് വൈൽ ലൂപ്പ്. വൈൽ. ഓക്കെ, വൈൽ എന്ന് പറയുമ്പോൾ ആദ്യം വൈൽ ചെയ്താ അതിൻ്റെ ഉള്ളിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലേ? ടെസ്റ്റ് എക്സ്പ്രഷൻ അപ്പൊ തന്നെ ബ്രേസ് ഓപ്പൺ ചെയ്യാം. ദെൻ ബോഡി ഓഫ് ലൂപ്പ് കൊടുക്കാം. അതിനുശേഷം അപ്ഡേറ്റ് കൊടുക്കാം. ദെൻ നമ്മുടെ ബ്രേസ് ക്ലോസ് ചെയ്യാം. അപ്പൊ ഒരു കാര്യം മിസ്സിംഗിൽ നമുക്ക് ഇനിഷ്യലൈസേഷനിലെ അത് തൊട്ട് മുകളിൽ എഴുതാ. ഇനിഷ്യലൈസേഷൻ കണ്ട, വളരെ സിമ്പിൾ ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം എളുപ്പമായിട്ട് കിട്ടും കേട്ടോ. കണ്ട, ഇനിഷ്യലൈസേഷൻ. അപ്പൊ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് 1 to 5 ആണ് മക്കളെ പ്രിന്റ് ചെയ്യേണ്ടത്. 1 to 5. അപ്പൊ ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? ഇനിഷ്യലൈസേഷൻ ആരംഭിക്കുന്ന എപ്പോഴും ലൂപ്പിന് എടുക്കുന്ന വേരിയബിൾ ഐ ആയിരിക്കും. അപ്പൊ ഐ ഈക്വൽ ടു 1. അപ്പൊ ഇനിഷ്യലൈസേഷൻ ചെയ്തു. വൈൽ. അടുത്തത് എന്ത് വരെ? 5 വരെ എന്നല്ലേ പറയുന്നത്. അപ്പൊ ഐ ലെസ് ദാൻ ഈക്വൽ ടു 5.
കണ്ട i less than equal to ഇൻറ്റു കൊടുക്കണം. നമ്മുടെ പ്രോഗ്രാമിൽ അറിയാലോ ഇൻറ്റു കൊടുക്കണം. i less than equal to 5 കൊടുത്തു. അപ്പൊ തന്നെ ബ്രേസ് ഓപ്പൺ ചെയ്തു. ബോഡി ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ i പ്രിന്റ് ചെയ്യിക്കാന്നല്ലേ. പ്രിന്റ് ചെയ്യിക്കുന്നതിന് നമ്മൾ എന്ത് കൊടുക്കും? സി ഔട്ട് i പ്രിന്റ് ചെയ്യിച്ചു. അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇവിടെ 1 മുതൽ 5 വരെ എന്നാണ്. അപ്പൊ i പ്ലസ് പ്ലസ് കണ്ട, അല്ലെങ്കിൽ i ഈക്വൽ ടു i പ്ലസ് 1 കൊടുക്കാം. കണ്ട, അപ്പൊ ഇതെന്താണ്? ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ലൂപ്പ്, അപ്ഡേറ്റ്. ഈ ഒരു ഓർഡറിൽ പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഡു വൈൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അടുത്ത നമ്മൾ ഡു വൈലാണ് നോക്കണത്. ഡു വൈലിനും ആദ്യം തന്നെ ഇനിഷ്യലൈസേഷൻ കൊടുക്കണം. ഇനിഷ്യലൈസേഷൻ ഏറ്റവും മുകളിൽ കൊടുക്കണം. അപ്പൊ ഡു ഓപ്പൺ ചെയ്യുക. ദെൻ എന്ത് കൊടുക്കുക? ബോഡി ഓഫ് ലൂപ്പ്. ഓരോ സിന്റാക്സിനും വ്യത്യസ്തമായ രീതിയിലാണ് ബോഡി ഓഫ് ലൂപ്പ്. ദെൻ അപ്ഡേറ്റ്. തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യുക? വൈൽ. ദെൻ ബ്രാക്കറ്റിൽ എക്സ്പ്രഷൻ. ഈ വൈലിന് ഒരു പ്രത്യേകത ഉണ്ട്. വൈലിന് എപ്പോഴും സെമിക്കോളം, ഡു വൈലിന് സെമിക്കോളം വേണം. അപ്പൊ ഇതൊന്ന് ഫില്ല് ചെയ്തേ. ഇനിഷ്യലൈസേഷൻ ദേ മോളി കിടക്കണ്. ഇൻറ്റ് i ഈക്വൽ ടു 1. ദെൻ ഇവിടെ നേരെ നമ്മുടെ വൈൽ ചെയ്തു, പക്ഷെ ഇവിടെ ഡു ആണ്. അപ്പൊ ഡു എഴുതാം. ബോഡി ഓഫ് ലൂപ്പ് ഏതാണ്? സി ഔട്ട് i. കണ്ട, ഇനി അടുത്ത അപ്ഡേറ്റ് ഏതാണ്? i പ്ലസ് പ്ലസ്. ദെൻ ബ്രേസ് ക്ലോസ് ചെയ്തു. ഈ സാധനം നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ല, ഇവിടെ താഴെയാണ് എഴുതേണ്ടത്. അപ്പൊ വൈലിന്റെ ഉള്ളിൽ i less than equal to 5 കൊടുത്തു. സെമിക്കോളം വേണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി 4 നോക്കിയേ. 4 ഇതുമായി യാതൊരു ബന്ധവുമില്ല. 4 അതിൻ്റെ ഉള്ളിൽ തന്നെ ഇനിഷ്യലൈസേഷൻ. പുറത്ത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഇനിഷ്യലൈസേഷൻ ഇതിൻ്റെ ഉള്ളിലും വേണമെങ്കിൽ ചെയ്യാം. ഇനിഷ്യലൈസേഷൻ, പിന്നെ എന്ത് ചെയ്യാം? ടെസ്റ്റ് എക്സ്പ്രഷൻ, സെമിക്കോളൻ, അതിനുശേഷം അപ്ഡേറ്റ്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ബ്രേസ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ ബോഡി ഓഫ് ലൂപ്പ് എഴുതാം. എന്നിട്ട് സെമിക്കോളൻ ഇടാം, ബ്രേസ് ക്ലോസ് ചെയ്യാം. കണ്ട, ഇനി എക്സാമ്പിൾ ഒന്ന് ഫില്ല് ചെയ്തേ, വേഗം തന്നെ ഫില്ല് ചെയ്തേ. 4 ഇനിഷ്യലൈസേഷൻ ദേ ഇൻറ്റ് i ഈക്വൽ ടു 1. ടെസ്റ്റ് എക്സ്പ്രഷൻ ഇതല്ലേ? i less than equal to 5 സെമിക്കോളൻ. ഇനി അടുത്ത അപ്ഡേറ്റ് ഏതാണ്? ഇതല്ല അപ്ഡേറ്റ്. i പ്ലസ് പ്ലസ്, ബ്രേസ് ഓപ്പൺ ചെയ്യുക. ബോഡി ഓഫ് ലൂപ്പ് ഇതല്ലേ? സി ഔട്ട് i. കണ്ട, ഇത്രേ ഉള്ളു കാര്യം. ഇത് എന്തായാലും ചോദിക്കുക. ഇത് വൈൽ ലൂപ്പ്, ഇത് ഡു വൈൽ ലൂപ്പ്, ഇത് ഫോർ ലൂപ്പ്. ഇനി പ്രത്യേക പേരും കൂടി ഉണ്ട്. വൈൽ എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾ ലൂപ്പ് ആണ്. ഡു എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആണ്. ഫോർ എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾ ലൂപ്പ് ആണ്. അപ്പൊ ഇത് മാത്രം ഒറ്റയാനാണ്. കാരണം ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാരണം കിട്ടും. അപ്പൊ മിക്ക പിള്ളേരോടെ ഇതിലൊറ്റയാനെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അവർ ആദ്യം പറഞ്ഞ 4 ആണ്. കാരണം ഇത് ഈ ഒരു രീതിയിലാണ് കാണുമ്പോൾ കണ്ട വൈൽ ഇതൊക്കെയാണ്. ഇത് മാത്രം ഒന്നിച്ചെയ്തു. അങ്ങനെയല്ല നിങ്ങൾ നോക്കേണ്ടത്. നമുക്കിതിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട എക്സ്പ്രഷൻ ആണ്. ഇവിടെ ആദ്യം എക്സ്പ്രഷൻ, ഇവിടെ എക്സ്പ്രഷൻ താഴെ, ഇവിടെ എക്സ്പ്രഷൻ ആദ്യം. കണ്ടാ? അപ്പൊ എക്സ്പ്രഷൻ ആദ്യം, അതായത് കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്യുന്നത് കൊണ്ടാണ് വൈൽ ലൂപ്പും ഫോർ ലൂപ്പും എന്ത് പറയുന്നത്? എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടീഷൻ അവസാനമാണ്. അതുകൊണ്ട് ഇതിന് എന്ത് പറയും? എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയും. അപ്പൊ ഇതാണ് ലൂപ്പിൽ പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഏതൊക്കെ ലൂപ്പുകളാണ് നമുക്കുള്ളത്? വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. അതിൽ വൈൽ എന്ന് പറയുന്നത് ഏതാണ്? വൈൽ എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾ ലൂപ്പ് ആണ്. കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്യും. ഡു വൈൽ എന്ന് പറയുമ്പോൾ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആണ്. കണ്ടീഷൻ അവസാനം ചെക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഇതില് എന്താണ് സിന്റാക്സ് നന്നായിട്ട് പഠിക്കുക. എപ്പോഴും ഇത് എന്താണ് കൺവേർട്ട് ചെയ്യാൻ ചോദ്യം വരും. ചിലപ്പോൾ 4 തരും. 4 തന്നിട്ട് അത് വൈലിലേക്ക് മാറ്റാൻ തരും. അതല്ലെങ്കിൽ വൈൽ തന്നിട്ട് ഡു വൈലിലേക്ക് മാറ്റാൻ തരും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് പറ്റി നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക് ആണ്. അതായത് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്. അല്ലെ, ജമ്പ് എന്ന് പറഞ്ഞാൽ അറിയാല, ചാടുക അല്ലേ. അപ്പൊ ചാടുക എന്ന് പറയുന്നത് ഒരു കോഡിൽ നിന്ന് മറ്റൊരു കോഡിലേക്ക് ചാടുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജമ്പ് സ്റ്റേറ്റ്മെന്റ് ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു, റിട്ടേൺ 0 അല്ലെങ്കിൽ എക്സിറ്റ് എന്നും പറയാം കേട്ടോ. ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു, റിട്ടേൺ 0 ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള മെയിൻ ടോപ്പിക്കുകളാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? റിവ്യൂ ഓഫ് C++. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആണ് അറേ. മക്കളെ, അറേ എന്താണെന്നറിയോ? അറേ മീൻസ് എന്താണ്? അറേ എന്ന് പറയുന്നത് ഇസ് എ കളക്ഷൻ ഓഫ് എലമെന്റ്. അതുപോലെ തന്നെ ആ അറേയിൽ നമുക്ക് കുറച്ച് ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. അപ്പൊ കളക്ഷൻ ഓഫ് എലമെന്റുകളാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. അറേയിൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? അറേ ഇനിഷ്യലൈസേഷൻ എങ്ങനെയാണ്? മെമ്മറി അലോക്കേഷൻ എങ്ങനെയാണ്? ആക്സസ് മെമ്പേഴ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യാം? സ്ട്രിങ് എങ്ങനെയാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റ്. ഇത്രയും ടോപ്പിക്കുകളാണ് അറേയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അറേ എന്താണെന്ന് നോക്കാം നമുക്ക്. അറേ ഈസ് എ കളക്ഷൻ. അറേയുടെ ഡെഫിനിഷൻ എപ്പോഴും ചോദിക്കും കേട്ടോ. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ കുഞ്ഞു ചാപ്റ്റർ എന്നൊക്കെ പറയും, കുട്ടി ചാപ്റ്റർ എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം. An array is a collection of elements of same type
പ്ലേസ്ഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. അതായത് ആ ഡെഫിനിഷൻ പോലെ തന്നെയാണ് അറേ എഴുതുന്നത്. അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലമെന്റ്. ഇപ്പൊ എന്താണെന്ന് നോക്കാം. അറേ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ a ഈക്വൽ ടു 5 കൊടുത്തു, a ഓഫ് 5 എന്ന് കൊടുത്തു, ഈക്വൽ ടു 5 a ഓഫ് 5 എന്ന് കൊടുത്തു. ഇത് വായിക്കുമ്പോ തന്നെ ഉണ്ട് ഇവിടെ a ഈക്വൽ ടു 5, ഇത് a ഓഫ് 5. അപ്പൊ ഇതില് എയിലേക്ക് 5 മാത്രം സ്റ്റോർ ചെയ്യണം മക്കളെ. പക്ഷെ ഇവിടെ ആണെങ്കിലോ എയിലേക്ക് 5 സ്റ്റോർ ചെയ്യാം, 10 സ്റ്റോർ ചെയ്യാം, 100 സ്റ്റോർ ചെയ്യാം, 200 സ്റ്റോർ ചെയ്യാം, പിന്നെ 40 സ്റ്റോർ ചെയ്യാം. അപ്പൊ 1 2 3 4 5 5 എണ്ണം എന്തിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്ത് എയിലേക്ക് സ്റ്റോർ ചെയ്തു. പക്ഷെ ഇവിടെ ഒരെണ്ണം മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അറേ എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് എലമെന്റ്. പിന്നെ നോക്കി ഇതൊക്കെ പോയിന്റ് ഇല്ലാത്തല്ലേ, എന്താണ് അതിനാണ് സെയിം ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണ്. ആദ്യം 0, പിന്നെ 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4, അങ്ങനെ 1 by 1 ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അറേ എലമെന്റ് എന്ന് പറയുന്നതാണ് അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലമെന്റ് വിത്ത് സെയിം ടൈപ്പ് പ്ലേസ്ഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. ഇനി അറേയിലെ ഈ ഓരോ എലമെന്റുകളെയും ആക്സസ് ചെയ്യുന്നതിന് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. എന്ത്? ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന്. അപ്പൊ ഈച്ച് എലമെന്റ് അറേ ക്യാൻ ബി ആക്സസ്ഡ് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ്. ഇനി അറേയുടെ എലമെന്റ് തുടങ്ങുന്നത് 0ലാണ്, അവസാനിക്കുന്നത് സൈസിൽ നിന്ന് 1 കുറച്ചാൽ മതി. ഓക്കെ, ഡിക്ലെയറിംഗ് അറേ, ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. നമ്മൾ നേരത്തെ ഒരു സംഭവം പഠിച്ചു, വേരിയബിൾ ഡിക്ലെയർ ഇൻഡ് എ. നേരത്തെ നമ്മൾ പഠിച്ചു ഇല്ലേ, ഇൻഡ് എ എന്ന് പഠിച്ചു. ഇതിന്റെ കൂടെ സൈസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ എന്തായി മാറി? അറേ ആയി മാറി. കണ്ട, ഇൻഡ് എ ഓഫ് 4 കൊടുത്തു, അപ്പൊ അറേ ആയി മാറി. അപ്പൊ ഡാറ്റ ടൈപ്പിന്റെ കൂടെ എന്താണ് വേരിയബിളിന്റെ കൂടെ സൈസും കൂടി കൊടുത്താൽ അതെന്തായി മാറും? അറേ ആയി മാറി. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ അറേ ഡിക്ലെയർ ചെയ്യണ മനസ്സിലായില്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നേ. അതായത് a ഓഫ് 100 ഇട്ടിട്ട് അതിൽ എത്ര എലമെന്റ് സ്റ്റോർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇൻഡ് a ഓഫ് 100. എല്ലാവരും ശ്രദ്ധിച്ചോട്ടാ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. ഇൻഡ് a ഓഫ് 100 എന്നൊരു ചോദ്യം ക്വസ്റ്റ്യൻ തന്നേക്കാണ്. ഇതില് അറേയുടെ എലമെന്റ് തുടങ്ങുന്നത് എത്രയിലാന്ന് വരും? അറേയുടെ എലമെന്റ് തുടങ്ങുന്നത് 0ല്. അപ്പൊ അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0ല്, അവസാനിക്കുന്നതോ 99ല്. ടോട്ടൽ എത്ര ഉണ്ടാവും? 100 എണ്ണം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ a ഓഫ് 5 ആണെങ്കിലോ 0ല് തുടങ്ങി എത്രയിൽ അവസാനിക്കും? 4ൽ അവസാനിക്കും. എലമെന്റുകളുടെ എണ്ണം 5 എണ്ണം. ഓക്കെ, അത് മാറിപ്പോരുത്. അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0ലായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്താണ് ഒരു അറേയുടെ മെമ്മറി സൈസ് ആണ് പറയുന്നത്. ഫ്ലോട്ട് a ഓഫ് 10. ഫ്ലോട്ട് a ഓഫ് 10. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ 4 അല്ലേ, അപ്പൊ 4 × 10, അപ്പൊ 40/10. അപ്പൊ ടോട്ടൽ മെമ്മറി അലൊക്കേഷൻ ചോദിക്കും. എങ്ങനെയാണ്? സൈസ് ഓഫ് അറേ ടൈപ്പ് ഇൻറ്റു സൈസ്. അതായത് ഫ്ലോട്ട് a ഓഫ് 10. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞത് എത്രയാണ്? 4 ആണ്. സൈസ് എത്രയാണ്? 10. അപ്പൊ 4 × 10 40 വരും. ഇൻഡ് ആണെങ്കിലും വരും, ക്യാർ ആണെങ്കിൽ 1 വരും. അപ്പൊ അറേയുടെ ഡാറ്റ ടൈപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ മെമ്മറി കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി അറേ ഇനിഷ്യലൈസേഷൻ ആണ് അടുത്തത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ എഴുതിയേക്കുന്നത്. നോക്കാം നമുക്ക്. Write C++ initialization statement to initialize an integer array name mark. അറേയുടെ പേരെന്താണ്? മാർക്ക് എന്നാണ്. അറേയുടെ പേരെന്താണ്? മാർക്ക് വിത്ത് വാല്യൂ 17, 18, 85, 90. അപ്പൊ എന്ത് കൊടുക്കും? അറേയുടെ പേര് പറഞ്ഞേക്കണം അവര് മാർക്ക് എന്നാണ്. ഇത് ഡാറ്റ ടൈപ്പ് പറഞ്ഞേക്കുന്നത് ഇൻറ്റീജർ ആണ്. അപ്പൊ ഇൻറ്റ് ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് നമുക്ക് കൊടുക്കാം, ദെൻ ബ്രേസ്. സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് കൊടുക്കാം. 70, 80, 85, 90. കണ്ട, അറേ ഇനിഷ്യലൈസേഷൻ ആയി. വേറൊന്നുമില്ല. ഇനിഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഡാറ്റ ടൈപ്പ് നോക്കണം, സൈസ് തന്നിട്ടുണ്ടെങ്കിൽ സൈസ് കൊടുക്കണം, അല്ലെങ്കിൽ 5 എലമെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ 5 കൊടുക്കണ്ട. എലമെന്റുകൾ ബ്രേസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പൊ അതെന്തായി? അറേ എലമെന്റുകളായി. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? ഇനിയിപ്പോ അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇൻറ്റ് a ഓഫ് സൈസ് തന്നിട്ടില്ല, 10, 20, 30, 40 ബ്രേസ് ക്ലോസ് ചെയ്തു. ഇതില് സി ഔട്ടില് ആദ്യം അവർ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞേക്കണത് a ഓഫ് 1 ആണ്. പിന്നെ പറഞ്ഞേക്കണത് സി ഔട്ടില് a ഓഫ് 2 പ്ലസ് പുറത്ത് 2 കൊടുത്തു. പിന്നെ പറഞ്ഞേക്കണത് സി ഔട്ടില് a ഓഫ് 4 ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ എങ്ങനെ ചെയ്യും എന്നാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ആ 10, 20, 30, 10, 20, 30, 40 അത് ഇങ്ങനെ വരച്ചെഴുതാ നിങ്ങൾ. അതായത് ചെയ്യാൻ ഒരു ഓർഡർ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു തന്നെയാണ് ഇതിങ്ങനെ വരയ്ക്കാം. എന്നിട്ട് 0, 1, 2, 3 ഇങ്ങനെ എഴുതി വെക്കാം. അപ്പൊ a ഓഫ് 1 എന്ന് പറയുമ്പോൾ ഇതല്ലേ, അപ്പൊ ഇവിടെ എന്ത് വരും? 20 ആൻസർ. a ഓഫ് 2 എന്ന് പറഞ്ഞാൽ 30. അപ്പൊ 30 പ്ലസ് ഈ 2
അപ്പൊ എത്ര കിട്ടി? 32. ഇനി A4 ഉണ്ടാ, അപ്പൊ ഇവിടെ എന്ത് വരും? 0 വരും. സോ ആദ്യം തന്നെ ഇതിങ്ങനെ എഴുതിയിട്ട് ബോക്സ് തിരിച്ചിട്ട് ഓരോന്നും ചെയ്യാട്ടാ. അപ്പൊ തന്നിരിക്കുന്ന എലമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0. അപ്പൊ 0 1 2 3. ആൻസർ എത്ര വരും? എത്ര എലമെന്റ്? ഇതിൽ എത്ര എലമെന്റ് സ്റ്റോർ ചെയ്യാം? 1 2 3 4. അപ്പൊ 4 എലമെന്റ് സ്റ്റോർ ചെയ്യാം. തുടങ്ങുന്നത് 0 മാത്രം. ഓക്കെ, ക്ലിയർ ആയോ? ഇതേപോലെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പൊ അറേ ഇനിഷ്യലൈസേഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബ്രേസ് ഇട്ടിട്ട് ഏതാണോ കൊടുക്കേണ്ടത് അതങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ അറേയുടെ എലമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 അവസാനിക്കുന്നത്. തന്നിരിക്കുന്ന സൈസ് -1 100 ആണെങ്കിൽ 99. ഓക്കെ, അപ്പൊ നമ്മുടെ അറേ ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞു. അപ്പൊ നമുക്ക് സ്ട്രിങ് പഠിക്കണ്ടേ? സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ മാത്രം എഴുതി അത് ക്യാരക്ടറും ഒന്നിലധികം ലെറ്റേഴ്സ് എഴുതി അത് എന്താണ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ട്രിങ് ഈസ് ആൻ അറേ ഓഫ് ക്യാരക്ടർ ടെർമിനേറ്റഡ് ബൈ നൾ. ഒരു സ്ട്രിങ് അവസാനിക്കുന്നത് നള്ളിലാണ്. അതായത് നൾ ക്യാരക്ടറിലാണ് ഒരു സ്ട്രിങ്. നൾ ക്യാരക്ടർ പറഞ്ഞ മറ്റൊരു പേരാണ് /0. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ വെൽക്കം എന്ന് എഴുതി ഇല്ലേ? വെൽക്കം എന്ന് പറഞ്ഞ് എഴുതണം. വെൽക്കം. ഓക്കെ, ഈ വെൽക്കം എന്ന് എഴുതിയിട്ട് അതിങ്ങനെ ബോക്സിനകത്ത് ആക്കണേ. 1 2 3 4 5 6 7 /0 ആണ്. ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ 0 1 2 3 4 5 6 7 കണ്ട. അപ്പൊ 7 ആയില്ലേ? 0 മുതൽ /0 ആയി. അപ്പൊ ഇങ്ങനെ നോക്കാം, 10 നോക്കാം. 1 2 3 4 5 6 7 8 8 അപ്പൊ ഇതാണ് അറേയുടെ സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ വെൽക്കം എന്ന് കൊടുത്തു. പിന്നെ ബ്രേസ് എപ്പോഴും സ്ട്രിങ് ആകുമ്പോൾ ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. അപ്പൊ ഓരോന്നിനും ഇപ്പൊ ഇവിടെ ഓൾറെഡി നമ്മൾ വെൽക്കത്തിന്റെ എണ്ണം കണ്ട് കൊടുക്കുക. ഇവിടെ സൈസ് കാണാൻ പറയുമ്പോൾ 10 തന്നിട്ടുണ്ട്. അപ്പൊ ഈ കമ്പ്യൂട്ടറിന്റെ സൈസ് എത്രയാണ്? 10. പിന്നെ ഹായ് ഫ്രണ്ട്സ് ആകുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതേപോലെ തന്നെ എഴുതണം. എഴുതുമ്പോൾ സ്പേസും കൂടി ഉൾപ്പെടുത്തണം. HAI സ്പേസ് FRIENDS then /0 ഇങ്ങനെ എഴുതിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. എന്നിട്ട് നിങ്ങൾ നമ്പർ എഴുതി ചെയ്യുക. എപ്പോഴും ഇത് ക്യാരക്ടർ തരുമ്പോൾ ഇതേപോലെ വരച്ച് നമ്പർ ഇട്ടിട്ട് താഴെ നമ്പർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം കൗണ്ട് എഴുതാൻ. ഇനി സൈസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സൈസ് ആയിരിക്കും എന്ത് ബൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഡബിൾ കോട്ട്സിൽ എഴുതാം. ഒരെണ്ണം മാത്രമാണെങ്കിൽ സിംഗിൾ കോട്ട്സിൽ എഴുതാം. അപ്പൊ സ്ട്രിങ് എന്ന് പറയുന്നത് 2 or more characters are enclosed with ഡബിൾ കോട്ട്സ്. ഇനി ഒരു സ്ട്രിങ് അവസാനിക്കുന്നത് /0 ഓക്കെ, ഇനി അറേയിൽ 2 ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഇൻപുട്ടും ഔട്ട്പുട്ടും. ഇൻപുട്ട് ഓപ്പറേഷനും ഔട്ട്പുട്ട് ഓപ്പറേഷനും. ഇൻപുട്ട് എന്ന് പറയുന്നത് ഗെറ്റ്സ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പുട്സ് ആണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഗെറ്റ്സ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പുട്സ് ആണ്. ഓക്കെ, നോക്കാം നമുക്ക്. ഗെറ്റ്സ്, ഗെറ്റ് കൊടുക്കുക, ഇൻപുട്ട് ചെയ്യുക. ഒരു എന്താണ് സ്ട്രിങ്ങിനെ, അതായത് ഫംഗ്ഷൻ ഈസ് യൂസ് ടു റീഡ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിനെ സ്ട്രിങ് കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കൊടുക്കുന്നത് കീബോർഡ് വഴിയാണ്. അപ്പൊ സ്ട്രിങ്ങിനെ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യുന്നതിനെ ഗെറ്റ്സ് എന്ന് പറയും. കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യുന്നതിനെ ഗെറ്റ്സ് എന്ന് പറയും. അപ്പൊ ഗെറ്റ്സ് ക്യാരക്ടർ നെയിം. അപ്പൊ ഇൻപുട്ട് ചെയ്യുന്നതിനെ ഗെറ്റ്സ് എന്നും ആ ഇൻപുട്ട് ചെയ്തതിനെ നമുക്ക് മോണിറ്റർ വഴി കാണുന്നതിന് നമ്മൾ എന്ത് പറയും? പുട്സ് എന്ന് പറയും. കണ്ട, യൂസ് ടു ഡിസ്പ്ലേ എ സ്ട്രിങ് ഓൺ ദ സ്ക്രീൻ. അല്ലെങ്കിൽ ഓൺ ദ മോണിറ്റർ. കാണാൻ ഉപയോഗിക്കുന്നതിനെ പുട്സ് എന്നും റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ഗെറ്റ്സ് എന്നും പറയും. ഓക്കെ, അപ്പൊ അറേയിൽ പഠിക്കേണ്ടത് അറേ ഡിക്ലറേഷൻ, മെമ്മറി അലോക്കേഷൻ പഠിക്കുക. അത് സ്ട്രിങ്ങും അതുപോലെ തന്നെ ക്യാരക്ടറും പഠിക്കാം. ഓക്കെ, അപ്പൊ അറേയുടെ ചാപ്റ്റർ കഴിഞ്ഞു. വളരെ രസകരമായിട്ടുള്ള ചാപ്റ്ററാണ്. അറേയിൽ തിയറി ഒന്നും വായിച്ച് പഠിക്കാനില്ല, ഓൺലി കോഡുകൾ മാത്രം പഠിക്കാനുള്ളൂ. ഇനി നമ്മുടെ അടുത്ത ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ ആണ് ഫങ്ഷൻസ്. അല്ലെ? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ പറയില്ല എന്തെങ്കിലും ഒരു ഇപ്പൊ മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു, അങ്ങനെ എന്തും ഒരു ഫംഗ്ഷൻസ് ആണ് അല്ലേ? അപ്പൊ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ C++ൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പ്രോഗ്രാമുകളെ ചെറിയ പ്രോഗ്രാം ആക്കിയിട്ട് തിരിക്കും. അത് മോഡുലറൈസേഷൻ എന്ന് പറയും. അങ്ങനെ തിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ പ്രോഗ്രാംസ് കിട്ടും. അങ്ങനെ കിട്ടുന്ന പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും പരീക്ഷ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെറിറ്റ്സ് ഓഫ് മോഡുലർ പ്രോഗ്രാമിംഗ്. എന്താണ് മക്കളെ? മെറിറ്റ്സ് ഓഫ് മോഡുലർ പ്രോഗ്രാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കും. ആ പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതിനുള്ളിൽ കുറെ കണ്ടന്റുകൾ നിങ്ങൾ ആ പോയിന്റുകൾ പഠിച്ചു വെച്ചാൽ മാർക്ക് കിട്ടും. മെറിറ്റ്സ് ഓഫ് അല്ലെ മോഡുലർ പ്രോഗ്രാം. റെഡ്യൂസ് ദ സൈസ് ഓഫ് പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ വലിപ്പം കുറയ്ക്കുന്നു. അപ്പൊ തന്നെ വലിപ്പം കുറച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? തെറ്റുകളുടെ എണ്ണം കുറയും.
പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രാം ചെയ്യാനുള്ള സങ്കീർണത കുറയും, ഡിഫിക്കൽട്ടി കുറയും. പിന്നെ നമുക്കത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. കണ്ട അത്രേ ഉള്ളൂ. അപ്പൊ ഏതൊക്കെയാണ്? റെഡ്യൂസ് സൈസ് ഓഫ് കോംപ്ലക്സിറ്റി, പിന്നെ റെഡ്യൂസ് പ്രോഗ്രാം കോംപ്ലക്സിറ്റി, അല്ലെങ്കിൽ ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്, ഇംപ്രൂവ് ദ റീയൂസബിലിറ്റി. ഓക്കെ, ഏതൊക്കെയാണ്? റെഡ്യൂസ് ദ സൈസ് ഓഫ് പ്രോഗ്രാം, റെഡ്യൂസ് പ്രോഗ്രാം കോംപ്ലക്സിറ്റി, ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻ അല്ലെങ്കിൽ ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്, ഇംപ്രൂവ് റീയൂസബിലിറ്റി. ഇതൊക്കെയാണ് മോഡൽ പ്രോഗ്രാമിന്റെ മോഡൽ പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷന് രണ്ട് തരത്തിലാണ് തിരിക്കുന്നത്. ഒന്ന് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്, ഒന്ന് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്. ആ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏതെങ്കിലും ഷുവർ ആയിട്ട് ഈ തവണത്തെ പരീക്ഷയ്ക്കും മെയിൻ എക്സാമിന് ചോദിക്കും. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് വരുന്നത് ഏതൊക്കെയാണെന്ന് അറിയോ? കൺസോൾ ഫംഗ്ഷൻ, സ്ട്രീം ഫംഗ്ഷൻ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, സ്ട്രിംഗ് ഫംഗ്ഷൻ, ക്യാരക്ടർ ഫംഗ്ഷൻ. ഏതൊക്കെയാണ്? ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് തരാം. അതായത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ വേറൊരു പേരും പറയും ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആര് നിർവചിച്ചായിരിക്കും? പ്രോഗ്രാമർ ഉണ്ടാക്കിയ ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് എഴുതുന്നുണ്ട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഒന്ന് പറഞ്ഞത് കൺസോൾ ആണ്, കൺസോൾ ഫംഗ്ഷൻ. രണ്ടാമത്തത് സ്ട്രീം ഫംഗ്ഷൻ. മൂന്നാമത്തത് സ്ട്രിംഗ് ഫംഗ്ഷൻ. നാലാമത്തത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. അഞ്ചാമത്തത് ക്യാരക്ടർ ഫംഗ്ഷൻ. കണ്ട, ഇത്രയും ഫംഗ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ഏകദേശം ഒരു എന്താണ് 10 മാർക്കിനെ മാത്രം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പല തവണയായിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ കൺസോൾ ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രീം ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ ക്യാരക്ടർ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. കൺസോൾ ഫംഗ്ഷൻ ഏതാണ്, സ്ട്രീം ഫംഗ്ഷൻ ഏതാണ്, സ്ട്രിംഗ് എന്താണ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, ഇതിന്റെയൊക്കെ ഹെഡർ ഫയലും കൂടി പഠിക്കണം കേട്ടോ മക്കളെ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കേണ്ടത് കൺസോൾ ആണ്. കൺസോൾ ഫംഗ്ഷൻ. കൺസോൾ എന്ന് പറയുമ്പോൾ ഗെറ്റ് ക്യാർ, പുട്ട് ക്യാർ. ഓക്കെ, കൺസോൾ ഫംഗ്ഷൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന് ഹെഡർ ഫയലാണ് CSTDIO എന്ന് പറയാം, അല്ലെങ്കിൽ CSTD എന്ന് മാത്രം മതി. പഴയ സിലബസ് അനുസരിച്ചാണ് .h പറഞ്ഞത്. ഹെഡർ ഫയൽ പറയുമ്പോൾ CSTD എന്ന് എഴുതിയാലും മതി. ഗെറ്റ് ക്യാർ, പുട്ട്. ഗെറ്റും പുട്ടും നമ്മൾ അറയിൽ പഠിച്ചു. ഗെറ്റ് എന്ന് പറയുന്നത് കൊടുക്കുക, ഇൻപുട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ക്യാർ ആണ്. ക്യാർ മീൻസ് ക്യാരക്ടർ. അപ്പൊ ടു ഇൻപുട്ട് എ ക്യാരക്ടർ. ഇനി അത് പ്രിന്റ് ചെയ്യാൻ ഡിസ്പ്ലേ ക്യാരക്ടർ ആണ്. ഗെറ്റ് ക്യാർ, ക്യാറിൽ തന്നെ ഉണ്ട് ക്യാർ, ക്യാരക്ടർ, ഇൻപുട്ട് എ ക്യാരക്ടർ. അപ്പൊ എന്താണ്? ഡിസ്പ്ലേ ക്യാരക്ടർ. ഓക്കെ, അപ്പൊ എന്താണ് സ്ട്രീം? സ്ട്രീം 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഗെറ്റ്, ഗെറ്റ് ലൈൻ, പുട്ട്, റൈറ്റ്. ഏതൊക്കെയാണ്? ഗെറ്റ്, ഗെറ്റ് ലൈൻ, പുട്ട്, റൈറ്റ്. ഏതാണ്? ഗെറ്റ്. ഗെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻപുട്ട് ചെയ്യാൻ. ഗെറ്റ് ലൈൻ എന്തിനാണ്? ഇൻപുട്ട് ചെയ്യാൻ. പക്ഷെ രണ്ടും വ്യത്യാസമുണ്ട്. ഗെറ്റ് എന്ന് പറയുമ്പോൾ ക്യാരക്ടർ ആണ്, ഗെറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഒന്നിലധികം സ്ട്രിംഗ് ആണ്. കണ്ട, അപ്പൊ എന്താണ്? ഇൻപുട്ട് ചെയ്യാനാണ് ഗെറ്റ് യൂസ് ചെയ്യുന്നത്. ഗെറ്റും ഗെറ്റ് ലൈനും ഇൻപുട്ട് ചെയ്യാനാണ്. ഗെറ്റ് എന്ന് പറയുമ്പോൾ ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാം, ഗെറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ സ്ട്രിംഗ് ഇൻപുട്ട് ചെയ്യാം. ഈ രണ്ട് സംഭവങ്ങൾ ഡിസ്പ്ലേ ചെയ്യാനാണ് പുട്ടും റൈറ്റും. മാറിപ്പോരുത്. ഗെറ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ചെയ്യാൻ, കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യാൻ. അപ്പൊ കാണിക്കണത് എന്തിനാണ്? മോണിറ്റർ വഴി. അപ്പൊ മോണിറ്റർ വഴി നമുക്ക് കാണിക്കാൻ പുട്ടും റൈറ്റും. ഓക്കെ, അപ്പൊ ഗെറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ സ്ട്രിങ്, റൈറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രിങ്, അത് ഡിസ്പ്ലേ, ഇവിടെ ഇൻപുട്ട്. അപ്പൊ അങ്ങനെ പഠിക്കുക. ഇനി ഇതിന്റെ ഇതാണ് ഹെഡർ ഫയൽ ആണ് IO സ്ട്രീം. എന്താണ്? IO സ്ട്രീം ആണ് ഗെറ്റ്, ഗെറ്റ് ലൈൻ, പുട്ട്, റൈറ്റ്. അപ്പൊ ഗെറ്റ്, ഗെറ്റ് ലൈൻ എല്ലാവരും പറഞ്ഞ പുട്ട് ലൈൻ എന്ന് പറയും. ഒരിക്കലും തെറ്റും പറയരുത്. പുട്ട് റൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് ഗെറ്റും എന്താണ്? ഇൻപുട്ട് ചെയ്യാൻ. ഗെറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഓർമ്മയിൽ വരണം, ഇൻപുട്ട് ചെയ്യാൻ. എന്തിലൂടെ? കീബോർഡിലൂടെ. പുട്ടും റൈറ്റ് എന്താണ്? പ്രിന്റ് ചെയ്യാൻ. എന്തിലൂടെ? മോണിറ്ററിലൂടെ. ഓക്കെ, സിമ്പിൾ ആയില്ല. അങ്ങനെ വെച്ച് പഠിക്കാം കേട്ടാ. അപ്പൊ നമ്മുടെ കൺസോൾ കഴിഞ്ഞു, സ്ട്രീം ഫംഗ്ഷനും കഴിഞ്ഞു. ഇനി അടുത്തതാണ് സ്ട്രിംഗ്. വളരെ രസകരമായിട്ടുള്ള സംഭവമാണ് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ. ആ STR ഇല്ലേ? STRLEN, STRCAT, STRCPY, STR എന്താണ്? CMP, STRCMPI, 5 എണ്ണം ഉള്ളു. കണ്ടാ? STRCPY, STRCAT, STRCMP, STRCMPI, STRLEN. ഓക്കെ, എല്ലാത്തിന്റെ ഫ്രണ്ടിൽ STR ഉണ്ട്. അപ്പൊ സ്ട്രിംഗ് ഫംഗ്ഷൻ എന്താണ്? STR ഉണ്ടാവും. അതിന്റെ ഹെഡർ ഫയൽ സ്ട്രിംഗ് തന്നെയാണ്, C സ്ട്രിംഗ്. ഹെഡർ ഫയൽ എന്താണ്? ഇതെല്ലാത്തിന്റെ ഹെഡർ ഫയലാണ് C സ്ട്രിംഗ്. ഓക്കെ, അപ്പൊ STRLEN ലെങ്ത് കണ്ടുപിടിക്കാൻ. അതായത് ഇപ്പൊ ഒരു വേർഡ് തന്നിട്ട് വെൽക്കം, അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ. CPY കോപ്പി ചെയ്യാൻ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കോപ്പി ചെയ്യാൻ. CAT ചേർക്കാൻ, രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ ചേർക്കാൻ. അതായത് ഒരു സ്ട്രിങ്ങിൽ വെൽക്കം, ഒരു സ്ട്രിങ്ങിൽ ടു C++. ആൻസർ വരുമ്പോൾ വെൽക്കം ടു C++ വരും. അപ്പൊ കമ്പയർ ചെയ്യാനാണ് STRCAT. ഇത് STRCMP കമ്പയർ ചെയ്യാൻ. ഇവിടെ CMPI എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യും, പക്ഷെ ഒരേപോലത്തെ ആയിരിക്കും, ഇഗ്നോറിങ് കേസസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ STRLEN, STRCPY, STRCAT, STRCMP, STRCMPI സ്ട്രിംഗ് ഫംഗ്ഷൻ. ഇനി അതിനേക്കാൾ എളുപ്പമുള്ളതാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ.
ABS, FABS, SQRT, പവ്. ABS അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ. അതായത് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ -25 ആണെങ്കിൽ ഉണ്ടല്ല ഉത്തരം 25 വരെ ഈ നെഗറ്റീവിനെ അങ്ങോട്ട് കളയും. അതാണ് എന്ത് ABS എന്ന് പറയുന്നത്. ഇനി അടുത്തതിനെ FABS 25.5 മൈനസ്. അതായത് അപ്പൊ ഇവിടെ ആൻസർ 25.5. ഈ ചിഹ്നം കളയും. ഇത് നെഗറ്റീവ് സംഖ്യകൾ, ഇത് പോസിറ്റീവ് സംഖ്യകൾ. ഇത് എന്താണ് ABSഉം ഇത് FABSഉം. ഓക്കെ, അപ്പൊ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്റീജർ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ്. അതായത് ചിഹ്നങ്ങൾ കളയുക. എന്തൊക്കെ സിമ്പിൾ ഉണ്ടോ ആ സിമ്പിൾ കളഞ്ഞ എന്താണ് വാല്യൂ മാത്രം റിട്ടേൺ ചെയ്യണതാണ് ABSഉം FABSഉം. SQRT എന്ന് പറഞ്ഞാൽ ഇപ്പൊ 25 കൊടുത്താൽ 5 കിട്ടും. സ്കോർ റൂട്ട് കണ്ടുപിടിക്കും. പവ് എന്ന് പറഞ്ഞാൽ പവ് കൊടുത്തിട്ട് അതൊരു ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. പവിന്റെ എക്സാമ്പിൾ പവ് ബ്രാക്കറ്റിൽ 3,2 വേറെ ഒന്നുമല്ല 3 × 3 × 3 കണ്ട ഉത്തരം അങ്ങനെ കിട്ടും. അതേസമയം ഇവിടെ വീണ്ടും ഞാനിപ്പോ ഇവിടെ 2 × 2 × 3 കൊടുത്തെന്ന് വിചാരിച്ചോ. അപ്പൊ ആദ്യം 2 × 2 രണ്ടിന് 2 പ്രാവശ്യം ഇട്ട് ചെയ്യും. അപ്പൊ 4 കിട്ടും. ആ 4 × 4 × 4 4ന് 3 പ്രാവശ്യം ഇടും. അപ്പൊ എത്ര നമ്പർ തന്നോ അത്രയും നമ്പർ തന്നിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതിനാണ് പവ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കേഷൻ എന്താണ് അതിന്റെ ഹെഡർ ഫയൽ സി മാത്ത്. എന്ത് മറ്റേ സി സ്ട്രിങ് ആണെങ്കിൽ ഇവിടെ സി മാത്ത് വരും ഹെഡർ ഫയൽ. അപ്പൊ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഏതൊക്കെയാണ്? ABS, FABS, SQRT, പവ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ക്യാരക്ടർ ഫംഗ്ഷൻ ആണ്. ക്യാരക്ടർ ഫംഗ്ഷന്റെ മറ്റേ ഹെഡർ ഫയൽ മാത്രം ഇത്തിരി വ്യത്യാസപ്പെട്ട് കിടക്കുന്നതാണ് CC ടൈപ്പ്. എന്താണ് CC ടൈപ്പ്? ഇത് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. കുറച്ചധികം ഫംഗ്ഷൻസ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ആ ഓർഡറിൽ പഠിക്കാട്ടാ. ഈസ് വെച്ചിട്ട് കൊടുക്കുക. ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ഈസ് ആൽനം, ഈസ് അപ്പർ. ആ ഒരു ഇതിൽ ആദ്യം ഈസ് തന്നെ നോക്കാം. ദേ ഈസ് അപ്പർ, ഈസ് ലോവർ. ഈസ് മീൻസ് ചെക്കിംഗ് ആണ്, ചെക്ക് ചെയ്യാം. അപ്പർ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ലോവർ എന്തായിരിക്കും? സ്മോൾ ലെറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈസ് ആൽഫ എന്ന ആൽഫ മീൻസ് ആൽഫബറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഈസ് ഡിജിറ്റ് എന്തായിരിക്കും? നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ ഓരോന്നും. അതുപോലെ ഇപ്പൊ ഇവിടെ നോക്കാം, ഈസ് അപ്പർ, ഈസ് ലോവർ, ഈസ് ആൽഫ. അതേപോലെ ഇപ്പൊ ഇത്രയും മെയിൻ ഫംഗ്ഷൻസ് ആണ്. ഇതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെയുണ്ട്? ഈസ്, അതായത് ഇപ്പൊ ഇവിടെ ഈസ് ആൽഫ കണ്ട, ഈസ് ആൽഫ പോലെ തന്നെ നമുക്ക് എന്തുണ്ട്? ഇപ്പൊ ഈസ് അപ്പർ, ഈസ് ലോവർ, ഈസ് ആൽഫ പോലെ തന്നെ അതിന്റെ ഉള്ളിൽ വന്നതാണ് ഈസ് ഡിജിറ്റ്. ഓക്കെ, എന്ത് വരെ അടുത്തത്? ഈസ് ഡിജിറ്റ്. ഈസ് ആൽഫ കഴിഞ്ഞിട്ട് ഈസ് ഡിജിറ്റ്. കണ്ട, ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ ഉണ്ട്, ഈസ് ആൽനം ഉണ്ട്. കണ്ട, ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ്. അതായത് ഈസ് അപ്പർ, ഈസ് ലോവർ, ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ഈസ് ആൽനം. ഈസ് അപ്പർ മീൻസ് ക്യാപിറ്റൽ ലെറ്റർ ആണോ നോക്കാൻ. ഈസ് ലോവർ ലോവർ കേസ് ആണോ നോക്കാൻ. ഈസ് ആൽഫ ആൽഫബറ്റിക് ആണോ നോക്കാൻ. ഈസ് ഡിജിറ്റ് നമ്പർ ആണോ നോക്കാൻ. അപ്പൊ ഈസ് ആൽനം എന്തായിരിക്കും? ആൽനം ആൽഫബറ്റിക്കും നമ്പറും. ആൽഫ ന്യൂമറിക് ആൽഫബറ്റിക് ആണോ നമ്പർ ആണോ നോക്കാൻ. ചെക്കിംഗ് ആണ്. ഈസ് മൊത്തം എന്താണ്? ചെക്കിംഗ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അതേപോലെ തന്നെ 2 വരണം. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്ത് കാണിച്ചു തരാം. അതായത് നമ്മുടെ ക്യാരക്ടർ ഫംഗ്ഷൻസ്. ഓക്കെ, ക്യാരക്ടർ ഫംഗ്ഷൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതൊരു സ്ട്രിംഗ് ഫംഗ്ഷൻസ് കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടതാണ്. ക്യാരക്ടർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ പറഞ്ഞത് ഒന്നും കൂടി ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. അതായത് ഈസ് ആൽഫ, ഈസ് എല്ലാ ഫംഗ്ഷനും ഇങ്ങനെയാണ് ട്ടാ. ഈസ് ആൽനം, ഈസ് ലോവർ, ഈസ് അപ്പർ, ഈസ് ഡിജിറ്റ്. കണ്ട, ഈസ് ഡിജിറ്റ്, 2 ലോവർ, 2 അപ്പർ. കണ്ട, 2 ലോവർ 2 അപ്പർ. ഓക്കെ, അത് മാത്രം 2-ൽ വന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഈസ് ആൽഫ ആൽഫബറ്റിക് ആണോ നോക്ക്. ഈസ് ആൽനം ആൽഫബറ്റിക് ആണോ നമ്പർ ആണോ നോക്ക്. ഈസ് ലോവർ സ്മോൾ ലെറ്റർ ആണോ നോക്ക്. ഈസ് അപ്പർ ക്യാപിറ്റൽ ലെറ്റർ ആണോ നോക്ക്. ഈസ് ഡിജിറ്റ് നമ്പർ ആണോ നോക്കാൻ. ഓക്കെ, ഈ 2 ലോവർ നമ്പർ സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പൊ ഇനി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. അതായത് ഈസ് ആൽഫ എന്ന് എഴുതിയിട്ട്, അതായത് നമുക്ക് സി ഔട്ട് വെച്ചാണ് ചെയ്യേണ്ടത്. സി ഔട്ടിന്റെ ഉള്ളില് ഞാനിപ്പോ ഇവിടെ സി ഔട്ട് ഈസ് ആൽഫ എന്ന് എഴുതി. ഈസ് ആൽഫ എന്ന് എഴുതിയിട്ട് 3 എഴുതി, 3 എഴുതി. ആൽഫബറ്റിക് ആണ് അല്ലല്ലോ, 3 എന്നുള്ളത് നമ്പർ അല്ലേ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ നെഗറ്റീവ് വരും. അതായത് ആൻസർ വരുന്നത് ഫോൾസ് ആണ്. അപ്പൊ ഫോൾസ് എന്ന് വരും. ഫോൾസ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനിവിടെ എ കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് വരും? ട്രൂ വരും. അപ്പൊ 1 വരും. അപ്പൊ ശരിയാണെങ്കിൽ 1 വരും, തെറ്റാണെങ്കിൽ ഫോൾസ് വരും. അപ്പൊ ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് സി ഔട്ടിന്റെ ഉള്ളില് ഈസ് ഡിജിറ്റ്, ഈസ് ഡിജിറ്റ് കൊടുത്തിട്ട് ഞാൻ 4 കൊടുത്തു. അപ്പൊ എന്ത് വരും? 1 വരും. ശരിയാണ്, ഡിജിറ്റ് ആണ്.
ഓക്കെ, ഇനി ഈ 4ന് പകരം ഞാൻ അവിടെ പ്ലസ് കൊടുത്തു. അപ്പൊ എന്ത് വരും? തെറ്റ് വരും. അപ്പൊ 0 വരും. അപ്പൊ ഇങ്ങനെ ചെക്ക് ചെയ്യാനാണ് ഈ പറഞ്ഞ ഫങ്ഷൻസ് യൂസ് ചെയ്യണത്. ഇനി സി ഔട്ടിൽ തന്നെ ഞാൻ 2 ലോവർ കൊടുത്തിട്ട് ക്യാപിറ്റൽ എ കൊടുത്തു. 2 ലോവർ ക്യാപിറ്റൽ എ കൊടുത്ത് അപ്പൊ തന്നെ റിട്ടേൺ ചെയ്ത് സ്മോൾ ലെറ്റർ. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യും ക്യാപിറ്റൽ ലെറ്ററിനെ സ്മോൾ ലെറ്ററിലേക്ക്. 2 ലോവർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്ററിനെ സ്മോൾ ലെറ്ററിലേക്ക്. ഇനി 2 അപ്പർ എന്ന് പറഞ്ഞാൽ അപ്പർക്ക് എന്താണ്? സ്മോൾ ലെറ്ററിനെ. അപ്പൊ അതായത് ഇപ്പൊ ക്യാപിറ്റൽ എയിനെ, അത് ഇവിടെ തന്നിരിക്കുന്ന ക്യാപിറ്റൽ എയിനെ എന്തിലേക്ക് മാറ്റി? സ്മോൾ എയിലേക്ക് മാറ്റി. അപ്പൊ ഇത് ലോവർ കേസ് അല്ലേ? ഇനി തിരിച്ചാക്കാനായിട്ടാ, തിരിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ എയിനെ ക്യാപിറ്റൽ എയിലേക്ക് ആക്കാൻ എന്ത് ചെയ്യും? 2 അപ്പർ യൂസ് ചെയ്യും. ഇതാണ് എന്ത് ഫങ്ഷൻസ്? നമ്മുടെ എന്ത്, അതായത് ഓരോ ഫങ്ഷൻസിനും ഓരോ പ്രത്യേകതകൾ ഉണ്ട്. ആൽഫ ന്യൂമറിക് ഫങ്ഷൻസ്. ഇപ്പൊ ഇവിടെ നമ്മൾക്ക് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരതേ. ഇപ്പൊ ഇവിടെ ഓരോ ആർഗ്യുമെന്റ്സുകളുണ്ട്. ഇതിനൊക്കെ നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ ഏത് ഫങ്ഷൻസ് ആണ്? നമ്മുടെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഏതൊക്കെയായിരുന്നു? കൺസോൾ ഫംഗ്ഷൻ, സ്ട്രീം ഫംഗ്ഷൻസ്, സ്ട്രിംഗ് ഫംഗ്ഷൻ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, കാറ്റർ ഫംഗ്ഷൻ. ഇതിനെല്ലാത്തിന്റെ ഹെഡർ ഫയൽ CC ടൈപ്പ് ആണ്. കാറ്റർ ഫംഗ്ഷൻ എല്ലാത്തിന്റെ ഹെഡർ ഫയൽ എന്താണ്? CC. ഈ തന്നിരിക്കുന്ന എല്ലാത്തിന്റെ ഹെഡർ ഫയൽ CC ടൈപ്പ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? എല്ലാ ആൽഫബറ്റിക് ഫംഗ്ഷൻസും അതുപോലെ തന്നെ ആൽഫ ന്യൂമറിക്കും ലോവർ കേസ്, ലോവർ, അപ്പർ ഡിജിറ്റ്, പിന്നെ 2 അപ്പർ 2 ലോവർ. ഓക്കെ, ക്ലിയർ ആയില്ലേ എല്ലാം? ഓക്കെ, അപ്പൊ നമ്മുടെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. 5 ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഉണ്ട്. അതിന് എന്തായാലും ഒരെണ്ണം ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ മക്കളെ. ഓക്കെ, ഇനി അപ്പൊ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ കഴിഞ്ഞ പിന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ വരുന്നത് ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷന്റെ പേര്, ആർഗ്യുമെന്റ് ലിസ്റ്റ്. അപ്പൊ ഒരു ചോദ്യം വരെ എന്താണ് ആർഗ്യുമെന്റ് എന്ന്. ഇനി ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷന്റെ പേര് കൊടുക്കുക, ആർഗ്യുമെന്റ്. അപ്പൊ എന്താണ് ആർഗ്യുമെന്റ് നോക്കാം. 2 തരത്തിലുള്ള ആർഗ്യുമെന്റ് ആണ് ഉള്ളത്. ഫോർമൽ ആർഗ്യുമെന്റ്, ആക്ച്വൽ ആർഗ്യുമെന്റ്. ഇതൊക്കെയാണ് ഫോർമൽ ആർഗ്യുമെന്റ്, ആക്ച്വൽ. ഇത് 1 വേർഡ് ചോദിക്കട്ടെ. ഫോർമൽ ആർഗ്യുമെന്റ് എന്താണ്, ആക്ച്വൽ ആർഗ്യുമെന്റ് എന്താണ്? ഒരു ഫംഗ്ഷനെ ഡെഫിനിഷൻ ഉണ്ട്, ഫംഗ്ഷൻ കോളിംഗ് ഉണ്ട്, ഫംഗ്ഷൻ ഡിഫൈൻ ഉണ്ട്, ഫംഗ്ഷൻ കോളിംഗ് ഉണ്ട്. അപ്പൊ ഒരു വേരിയബിള് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന വേരിയബിളെയാണ് ഫോർമൽ ആർഗ്യുമെന്റ്. അതായത് ഫംഗ്ഷൻ ഡിഫൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഓരോ ഫംഗ്ഷൻസുകൾക്കും ഓരോ പ്രത്യേകതകൾ വരുന്നുണ്ട്. ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ട്, ഫംഗ്ഷൻ ഡിക്ലറേഷൻ വരുന്നുണ്ട്. ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഈ ഫംഗ്ഷൻ ഡിഫൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്? നമ്മൾ തൊട്ട് മുമ്പ് ഞാൻ നേരത്തെ കാണിച്ചെന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷന്റെ പേര്, ആർഗ്യുമെന്റ് ലിസ്റ്റ്, ബ്രേസ് ഓപ്പൺ ചെയ്യുക, നമുക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. ഇതാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഡ് കൊടുക്കുക. ഇൻഡോ ഫ്ലോട്ടോ വേർഡോ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഇൻഡ് കൊടുത്തു. ഫംഗ്ഷന്റെ പേര് ആഡ്, അഡീഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആർഗ്യുമെന്റ് ഇൻഡ് A, B. ദെൻ അപ്പൊ തന്നെ ബ്രേസ് ഓപ്പൺ ചെയ്ത് സി ഔട്ടിൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. സി ഔട്ടിൽ ഞാനിവിടെ A+B കൊടുത്തു. ദെൻ ബ്രേസ് ക്ലോസ് ചെയ്തു. കണ്ട, ഇതാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് ഡിക്ലെയർ ചെയ്യണം. ഡിക്ലെയർ ചെയ്യുന്നത് ഇത് ഒന്നാമത്തത്, ഫസ്റ്റ് വൺ. സെക്കൻഡ് ഡെഫിനിഷൻ ആണ്. അപ്പൊ രണ്ടാമത്തെ ഞാൻ കൊടുത്തു ഇൻഡ് ആഡ് ബ്രാക്കറ്റിൽ ഇൻഡ് A, ഇൻഡ് B കൊടുക്കണം കേട്ടോ. ഇൻഡ് B, ഇവിടെ ഇൻഡ് B, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇട്ട്. ഇവിടെ സെമിക്കോൺ ഇല്ല, അപ്പൊ സെമിക്കോൺ ഇട്ടാൽ എന്തായി? ഡിക്ലറേഷൻ ആയി. ഇനി എന്ത് ചെയ്യണം? ഫംഗ്ഷനെ കോൾ ചെയ്യണതാണ്. ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഫംഗ്ഷന്റെ പേര് ബ്രാക്കറ്റിൽ ആ ആർഗ്യുമെന്റ് കൊടുക്കുക, എയും ബിയും. അപ്പൊ ഞാൻ ഈ എക്കും ബിക്കും വരെ ഞാനിവിടെ എക്സും വൈയും കൊടുത്തു, ഒരു കുഴപ്പമില്ല. കണ്ട, എക്സും വൈയും കൊടുത്തു, ദെൻ സെമിക്കോളം കൊടുത്തു. കണ്ട, അപ്പൊ ഇതാണ് അത്. ഇത് ഫംഗ്ഷൻ കോളിംഗ്, ഇത് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഇത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഇതാണ് ഈ 3 ഭാഗങ്ങളാണ് ഒരു ഫംഗ്ഷൻ ഉള്ളത്. അപ്പൊ ഇനി നമുക്ക് ഈ 3 ഈ ഫോർമൽ ആർഗ്യുമെന്റ്, ആക്ച്വൽ ആർഗ്യുമെന്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ ഞാനിവിടെ ഇത് കൊടുത്തു. ഇതല്ലേ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഈ കൊടുക്കുന്ന എനെയും ബിനെയാണ് എന്ത്? ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. എന്ത് ആർഗ്യുമെന്റ്? ഫോർമൽ ആർഗ്യുമെന്റ്. കണ്ട, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആർഗ്യുമെന്റിനെ ഫോർമൽ ആർഗ്യുമെന്റ്. ഇനി ഫംഗ്ഷൻ ഡിക്ലെയർ ഇതാണ്. അപ്പൊ ഇതിന് എന്ത് പറയും? ഇതിന് നമ്മൾ ഡമ്മി, നമുക്ക് യൂസ് ചെയ്യാൻ ആവശ്യമില്ല. ഡമ്മി ഇതിന് ഡമ്മി ആർഗ്യുമെന്റ്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആക്ച്വൽ ആർഗ്യുമെന്റ്. ഇതാണ് നമുക്ക് വേണ്ടത്. അതാ, അപ്പൊ എക്സും വൈ എന്താണ്? ആക്ച്വൽ ആർഗ്യുമെന്റ്. എയും ബി എന്താണ്? ഫോർമൽ ആർഗ്യുമെന്റ്. ഇത് എപ്പോഴും 1 വേർഡ് ചോദിക്കും കേട്ടാ. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആർഗ്യുമെന്റ് ഫോർമൽ ആർഗ്യുമെന്റ്, ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കൊടുക്കുന്നത് ആക്ച്വൽ ആർഗ്യുമെന്റ്. 1 വേർഡ് ആണ്, ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കും. അപ്പൊ എന്താണ്? ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിന്റെ ഒരു ചോദ്യം വന്നതാണ്.
ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കൊടുക്കുന്നത് എന്ത് ആക്ച്വൽ ആർഗ്യുമെന്റ്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ കൊടുക്കുന്നത് ഫോർമൽ ആർഗ്യുമെന്റ്. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കതേ. ആർഗ്യുമെന്റ്സ് ഓർ പാരാമീറ്റേഴ്സ് മീൻസ് ടു പാസ് വാല്യൂ ഫ്രം ദ കോളിംഗ് ഫംഗ്ഷൻ ടു ദ കോൾഡ് ഫംഗ്ഷൻ. ദ വേരിയബിൾ യൂസ്ഡ് ഇൻ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഫോർമൽ ആർഗ്യുമെന്റ്, വേരിയബിൾ യൂസ്ഡ് ഇൻ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് ആർഗ്യുമെന്റ്? ആക്ച്വൽ ആർഗ്യുമെന്റ്. ഇനി ഫംഗ്ഷൻ ഡിക്ലെയർ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ് ഡമ്മി ആർഗ്യുമെന്റ്. അത് നമുക്ക് വരാറില്ല. അപ്പൊ ഇനി ഈ ആർഗ്യുമെന്റ് ഞാൻ പറഞ്ഞു, ആർഗ്യുമെന്റ് കോൾ ചെയ്യണ അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന പറഞ്ഞു. ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്, കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസും. മക്കളെ നിങ്ങൾ ഈ സംഭവം പഠിക്കാണ്ട് പരീക്ഷ ഹോളിൽ പോയിട്ട് ഒരു കാര്യമില്ല. ഇതെന്തായാലും പഠിച്ചു പോകണം. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസും തമ്മിൽ, അതായത് ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്ന രണ്ട് മെത്തേഡുകളാണ്, അല്ലെങ്കിൽ വാല്യൂ പാസ് ചെയ്യുന്ന രണ്ട് മെത്തേഡുകളാണ് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസും. ഫംഗ്ഷൻ വാല്യൂ പാസ് ചെയ്യുന്ന രണ്ട് മെത്തേഡുകൾ ഏതൊക്കെയാണ്? റെഫും കോളും. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസും. ഓക്കെ, എന്താന്ന് നോക്കാം. ഓർഡിനറി വേരിയബിൾ ആർ യൂസ്ഡ് ആസ് ഫോർമൽ ആർഗ്യുമെന്റ്. സാധാ വേരിയബിൾ ആണ്, അവിടെ റെഫറൻസ് വേരിയബിൾ. ഇവിടെ ഓർഡിനറി വേരിയബിൾ, അവിടെ റെഫറൻസ് വേരിയബിൾ. ഇവിടെ എന്തൊക്കെയാവാം? പാരാമീറ്റേഴ്സ് വേരിയബിൾ ആവാം, കോൺസ്റ്റന്റ് ആവാം, എക്സ്പ്രഷൻ ആവാം. അവിടെ എന്ത് മാത്രം പറ്റുള്ളൂ? വേരിയബിൾ മാത്രം പറ്റുള്ളൂ. റെഫറൻസിന് എന്ത് മാത്രം? ഈ വേരിയബിൾ മാത്രം പറ്റുള്ളൂ. ഇവിടെയാണെങ്കിൽ ഫോർമൽ ആർഗ്യുമെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ അത് ആരെ ബാധിക്കില്ല? ആക്ഷനെ ബാധിക്കും. ചേഞ്ചസ് മെയ്ഡ് ഇൻ എന്തിന്? ഫോർമൽ ആർഗ്യുമെന്റ് എന്തെങ്കിലും മാറ്റം വന്നാൽ ആരെ ബാധിക്കില്ല? ആക്ഷനെ ബാധിക്കില്ല. അവിടെയാണെങ്കിൽ ബാധിക്കും. ഇനി ഇവിടെ ബാധിക്കാത്ത കാര്യം എന്താണെന്നറിയോ? ഇവിടെ മെമ്മറി, എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിന് ഫോർമൽ, അവിടെ എന്ത് ചെയ്യുന്നില്ല? മെമ്മറി ഷെയർ ചെയ്യുമ്പോൾ ബാധിക്കുമല്ലോ. ഓക്കെ, അപ്പൊ കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചോളണം. ഇത് പഠിക്കാണ്ട് നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ നമ്മുടെ പരീക്ഷയ്ക്ക് പോകേണ്ട ഒരു കാര്യം, അത്രയും ഇമ്പോർട്ടന്റ് ആണ് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസും കേട്ടോ. ഓക്കെ, അടുത്തതാണ് നമ്മുടെ വേരിയബിളിന്റെ സ്കോപ്പ് ഉണ്ട്, അതായത് ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിൾ. ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിളും. ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ നമ്മൾ ഫംഗ്ഷൻ ചെയ്തപ്പോൾ ഫംഗ്ഷന്റെ അകത്തും പുറത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷന്റെ അകത്തും ഉണ്ടാവും, ഫംഗ്ഷന്റെ പുറത്തും ഉണ്ടാവും. അപ്പൊ ലോക്കൽ എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ അകത്ത്, ഗ്ലോബൽ എന്ന് പറയുമ്പോൾ ഫംഗ്ഷന്റെ പുറത്ത്. അപ്പൊ വേരിയബിൾ പുറത്ത് ഡിക്ലെയർ ചെയ്യുന്നതിന് ഗ്ലോബൽ എന്നും വേരിയബിൾ അകത്ത് ഡിക്ലെയർ ചെയ്യുന്നതിന് എന്ത് ലോക്കൽ എന്ന് പറയും. ഇപ്പൊ ലോക്കൽ വേരിയബിൾ പ്രത്യേകത ഉണ്ട്. മെമ്മറി എവിടെ നിന്ന് നമുക്ക് അലോക്കേറ്റ് ചെയ്യാം, എവിടെ നിന്ന് വേണമെങ്കിൽ അവൈലബിൾ. ഇവിടെ അങ്ങനെയല്ല, ആ ഫംഗ്ഷന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ എന്താണ് ഫംഗ്ഷൻ പുറത്ത് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് എന്താ ലോക്കൽ ഫംഗ്ഷനും, ഫംഗ്ഷൻ അകത്ത് മീൻസ് ഗ്ലോബൽ. പുറത്ത് ഡിക്ലെയർ, പുറത്തിനൊക്കെ നമ്മൾ ഗ്ലോബൽ എന്നും, അകത്ത് ചെയ്യുമ്പോൾ അതെല്ലാം എന്താ ലോക്കലാവും. അപ്പൊ രണ്ട് തരത്തിലാണ് ലോക്കൽ വേരിയബിളും ഗ്ലോബൽ. ലോക്കൽ മീൻസ് അകത്തെ, ഗ്ലോബൽ എന്ന് വെച്ചാൽ പുറത്തും അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് ഫംഗ്ഷന്റെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉണ്ട്, 5 നന്നായിട്ട് പഠിക്കുക. സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, മാത്തമാറ്റിക്കലും പഠിച്ചിട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസും പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ഫംഗ്ഷൻസ് കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ ആണ് മക്കളെ വെബ് ടെക്നോളജി. ഓക്കെ, എന്താണ് വെബ് ടെക്നോളജി നോക്കാം. ഓക്കെ, എല്ലാവർക്കും അറിയാം നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഒരു ആപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രോഗ്രാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ, അല്ലെങ്കിൽ ഡെവലപ്പർ ആവാൻ, അങ്ങനെ പല പല കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്ത് പഠിക്കുന്നത് ഇല്ലേ? ഇപ്പം നിങ്ങളിപ്പോൾ +2 കൊമേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിൻ്റെ AIയോ അല്ലെങ്കിൽ മറ്റേ ഡാറ്റാ സയൻസ് ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് വേറെ പ്രോഗ്രാമിന്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് C++ മാത്രം ഒരു ലാംഗ്വേജ് ആണ്. ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് നമുക്ക്. ഇപ്പൊ നമുക്കൊരു എന്താണ് പ്രോഗ്രാം ഡെവലപ്പർ ആവണം, അല്ലെങ്കിൽ ഒരു ഗെയിം ഡെവലപ്പർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൈത്തൺ, അതിലിപ്പോ പുതിയൊരു മീൻസ് ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ എന്നുള്ളത്. പിന്നെ ജാവ ഒരു ലാംഗ്വേജ് ആണ്, PHP, പിന്നെ JSP, അതൊക്കെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഒരു ലാംഗ്വേജ് ആണ് HTML. HTML എന്നുള്ള സാധാ ലാംഗ്വേജ് അല്ല, വെബ് ഡിസൈനിങ് ലാംഗ്വേജ് ആണ്. ഇപ്പൊ നിങ്ങളുടെ വെബ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഹയർ സെക്കൻഡറി കുട്ടികളാണ്, ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് അറിയാവുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല. നിങ്ങളുടെ വെബ്സൈറ്റ് ഇനിയിപ്പോ ചോദിച്ചാൽ പറയണം, നിങ്ങളുടെ വെബ്സൈറ്റ് ആണ് HSS ലൈവ് അല്ലെ? നിങ്ങളുടെ റിസൾട്ട് വരുന്നതും നിങ്ങളുടെ ബുക്കുകളും നിങ്ങളുടെ നോട്ടുകളും എല്ലാം കിടക്കുന്നത് HSS ലൈവിലാണ്. പക്ഷെ എല്ലാവർക്കും അത് ഓർമ്മ കിട്ടണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സൈറ്റ് ഞാൻ പറഞ്ഞുതരാം, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സൈറ്റുകളാണ്. അപ്പൊ ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഓഡിയോസും വീഡിയോസും ബ്രാൻഡ് ഐറ്റമിന് അതുപോലെ തന്നെ എല്ലാ തരം ഇല്ലേ നമ്മുടെ എന്താണ് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഇന്ന് നമ്മുടെ ഓൺലൈൻ ഷോപ്പിൽ കയറി നമുക്ക് കിട്ടും. പല സൈറ്റിലുണ്ട്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇതൊക്കെ സൈറ്റ് എന്നാ ഞാൻ പറയണേ അല്ലേ? എല്ലാ സൈറ്റുകളാണ്. അപ്പൊ അങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറെ വെബ് പേജുകൾ കൂട്ടിച്ചേരുമ്പോഴാണ് ഒരു വെബ്സൈറ്റ് ആവുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ
ഒരു സൈറ്റ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനാണ് എന്താണ് HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ള ഒരു ഭാഷ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ HTML പഠിക്കണം എന്തിനാണ്, C++ പഠിക്കണം എന്തിനാന്ന് വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാം ഉണ്ടാക്കാനാണെന്ന് പറയും. HTML പഠിക്കണം എന്തിനാണ്, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ. ഓക്കെ, വെബ് പേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിക്കുന്ന ലാംഗ്വേജ് ആണ് എന്ത് HTML എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വെബ് പേജിന്റെ കുറച്ച്, അതായത് ഈ ചാപ്റ്ററിൽ 10 മാർക്ക് ഈ ചാപ്റ്ററിൽ മാത്രം മെയിൻ എക്സാമിന് വരുന്നതാണ്. മൊത്തം കോഡുകളാണ്. എന്തായാലും 10 മാർക്ക് ഷുവർ ആയിട്ട് നിങ്ങൾ ഇത് മേടിച്ചിരിക്കണം. അത്ര സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, വാട്ട് ഈസ് വെബ് സെർവർ? എന്താണ് സെർവർ? അതായത് എല്ലാ വിവരങ്ങളും കിട്ടുന്ന, നെറ്റ് യൂസ് ചെയ്ത് എല്ലാ വിവരങ്ങളും കിട്ടുന്നതിന് നമ്മൾ വെബ് സെർവർ എന്ന് പറയുന്നത്. അപ്പൊ വെബ് സെർവർ ഈസ് എ കമ്പ്യൂട്ടർ ദാറ്റ് പ്രോസസ് റിക്വസ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇൻഫോർമേഷൻ. അതായത് നമുക്ക് ഒരുപാട് വിവരങ്ങൾ, നമുക്ക് കൊടുക്കുന്ന റിക്വസ്റ്റുകളൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് വിവരങ്ങൾ ഇങ്ങോട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ വെബ് സെർവർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പോർട്ട് പഠിക്കാറുണ്ട്. കുറെ പോർട്ട് നമ്പർ ഉണ്ട്. വളരെ വെരി 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 ഇമ്പോർട്ടന്റ്. ഇതിൽ ഏതെങ്കിലും ഒരു പോർട്ട് നമ്പർ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് പഠിച്ചിട്ട് പോവുക. ഓർഡർ ഒന്നുമില്ല, അതെന്തായാലും പഠിക്കണം നിർബന്ധമാണ്. പ്രോട്ടോകോൾസ് നിങ്ങൾ കഴിഞ്ഞ വർഷം +1 ഇന്റർനെറ്റിന്റെ ചാപ്റ്ററിൽ പ്രോട്ടോകോൾസ് പഠിച്ചിട്ടുണ്ടാവും. റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ പ്രോട്ടോകോൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ഓക്കെ, FTP കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ മക്കളെ? FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എന്താണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ? FTP അതിന്റെ 20 and 21. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ, മെയിൽ അയക്കാനുള്ള പ്രോട്ടോകോൾ 25. ഇനി DNS ഡൊമെയിൻ നെയിം സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് അത് 53 ആണ്. പിന്നെ HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അത് 80 ആണ്. ഇനി 110 110 എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ആണ്, POP3. ലാസ്റ്റ് പ്രോട്ടോകോൾ ആണ് HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. S മീൻസ് സെക്യൂർ. അത് 443. ഇത് എന്തായാലും പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ വെബ് പേജുകളെ കുറിച്ച് പഠിച്ചു ഇല്ലേ? 2 തരത്തിലുള്ള വെബ് പേജുകളാണ് നമുക്കുള്ളത്. സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും. ഓക്കെ, ഏതൊക്കെയാണ് സ്റ്റാറ്റിക്കും ഡൈനാമിക്? ഈ ഒരു ചാപ്റ്ററിലെ 2 ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കുന്നുണ്ട്. ഒന്ന് ഇത് രണ്ടും, പിന്നെ പറഞ്ഞത് 2 സൈഡ്, സർവർ സൈഡും പിന്നെ ക്ലയന്റ് സൈഡും. ഈ 2 എണ്ണം ഏതായാലും ചോദിക്കും. ഒന്നില്ലെങ്കിൽ സ്റ്റാറ്റിക്കും ഡൈനാമിക് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലയന്റും സർവർ സൈഡ് ആയിരിക്കും. അപ്പൊ 2 എണ്ണം എന്തായാലും പഠിക്കണം. ഏത് വരും എന്നും പറയാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ 2 എണ്ണം ഷുവർ ആയിട്ട് പഠിക്കണം. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക്. വളരെ സിമ്പിൾ ആണ് മക്കളെ. സ്റ്റാറ്റിക് മീൻസ് ഫിക്സഡ്, ഡൈനാമിക് മീൻസ് ചേഞ്ച്ഡ്. അപ്പൊ സ്റ്റാറ്റിക് എന്താന്ന് നോക്കാം. ദ കണ്ടന്റ് ഈസ് ഫിക്സഡ്. കണ്ടന്റ് എന്താണ്? ഫിക്സഡ് ആണ്. ഡൈനാമിക്കിലാണെങ്കിൽ ചേഞ്ച് വരും. പിന്നെ ഇവിടെ സ്റ്റാറ്റിക്കലി ഡാറ്റാബേസ് നോട്ട് യൂസ്ഡ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഡൈനാമിക്കലി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്നത് ബ്രൗസർ ആണെങ്കിൽ ഡൈനാമിക്കലി സെർവർ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈസി ടു ഡെവലപ്പ് ആൻഡ് ലെസ് എക്സ്പെൻസീവ്. വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാം, പിന്നെ ചെലവ് കുറവാണ്. അവിടെ ആണെങ്കിൽ ചെലവ് കൂടുതലാണ്. അപ്പൊ ഇത് ഏതാണ്? സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. അപ്പൊ അടുത്ത എന്താണ്? ക്ലയന്റ് സൈഡും സെർവർ സൈഡും. എന്താണ്? ക്ലയന്റ് സൈഡും സെർവർ സൈഡും. ക്ലയന്റ് എന്ന് പറയുമ്പോൾ ബ്രൗസർ ആണ്, സെർവർ എന്ന് പറയുമ്പോൾ സെർവർ തന്നെയാണ്. സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുന്ന ബ്രൗസർ ആണ്, അവിടെ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുന്ന സെർവറിലായിരിക്കും. ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ബ്രൗസറിലാണ്, എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവറിലാണ്. ഇത് ഡാറ്റ വാലിഡേഷൻ, ഇവിടെ പ്രോസസ്സിംഗ് ഡാറ്റ. ഇവിടെ സ്റ്റാറ്റിക് വെബ് പേജിന് യൂസ് ചെയ്യുന്നു, ഇവിടെ ഡൈനാമിക് വെബ് പേജ് യൂസ് ചെയ്യുന്നു. പിന്നെ അപ്പൊ എളുപ്പമാണ്. ഇതിൽ ഏതെങ്കിലും 3 പോയിന്റ് കാണാതെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അത് കമ്പൽസറി ആയിട്ട് പഠിച്ചു പോവുക. 4-5 പോയിന്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അതിന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു 3 പോയിന്റെങ്കിലും തെറ്റാതെ പഠിച്ചു പോകണം. അപ്പൊ 2 തരത്തിലുള്ള വെബ് പേജുകൾ, സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും. 2 സൈഡ് ഉണ്ട്, ക്ലയന്റ് സൈഡും സെർവർ സൈഡും. ഇനി നമുക്ക് നോക്കാം. നമുക്ക് പഠിക്കാനുള്ള കുറെ ലാംഗ്വേജുകളാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ലാംഗ്വേജുകൾ ഒന്ന് ജാവ പഠിക്കാനുണ്ട്, പിന്നെ ഒന്ന് VB പഠിക്കാനുണ്ട്, PHP, JSP, ASP, Perl. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൊമേഴ്സുകാർക്ക് ആകെ പഠിക്കാനുള്ള ലാംഗ്വേജുകളാണ് ജാവാസ്ക്രിപ്റ്റ് ഇതിലുള്ളത്. പക്ഷെ നിങ്ങൾ ഇനി ഭാവിയിൽ കമ്പ്യൂട്ടർ ബേസ് ചെയ്തെടുക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരും. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയറുകളാണ് മക്കളെ. ഓക്കെ, അപ്പൊ ഇതാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളാണ്. ജാവാസ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP സ്ക്രിപ്റ്റ്, JSP സ്ക്രിപ്റ്റ്, ASP സ്ക്രിപ്റ്റ്, Perl. ഇത് ഓരോന്നും നമുക്കറിയാം. നമ്മൾ ഇത് ഏത് സൈഡിലാണ്? ജാവയും VBയും നമ്മുടെ ക്ലയന്റ് സൈഡാണ്. എന്ത് സൈഡാണ്? ക്ലയന്റ് സൈഡാണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? സെർവർ സൈഡാണ്. അതായത് PHP, ASP, JSP കണ്ട P അല്ലേ? പിന്നെ Perl, അതും Pയിലാണ്. ഇതൊക്കെ എന്ത് സൈഡാണ്? സെർവർ സൈഡ്. ബാക്കി 2 ഇത് 1 വേർഡ് ചോദിക്കാറുണ്ട്. ജാവയും VBയും എന്ത് സൈഡാണ്? ക്ലയന്റ് സൈഡും. ബാക്കിയുള്ളതെല്ലാം സെർവർ സൈഡും ആണ്. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. എന്താണ്? കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, CSS.
അതായത് നമ്മൾക്ക് HTML ലാംഗ്വേജ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറച്ച് കളറുകൾ കൊടുക്കണം. അതായത് നമ്മുടെ വെബ് പേജ് കുറച്ചൊന്ന് മനോഹരമാക്കണം അല്ലേ, വണ്ടർഫുൾ ആക്കാന്നൊക്കെ പറയില്ലേ, അട്രാക്റ്റീവ് ആക്കുക, കളർ കൊടുക്കുക. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം ഷീറ്റ് ലാംഗ്വേജ് ആണ്. അതായത് HTML പോലെ തന്നെ വേറൊരു ലാംഗ്വേജ് ആണ് CSS. അതായത് HTML കോഡുകൾക്ക്, അതായത് HTML കോഡുകൾ അല്ലാതെ വേറെ കോഡുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ CSS എന്ന് പറയുന്നത്. ഓക്കെ, ആ CSS എന്താണെന്ന് ചോദിക്കണേക്കാളും ഉപരി എപ്പോഴും ചോദിക്കുന്ന ടൈപ്സ് ഓഫ് CSS ചോദിക്കും. ഇൻലൈൻ, എംബഡഡ്, പിന്നെ അതുപോലെ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇൻലൈൻ, എംബഡഡ്, ലിങ്ക്ഡ് ലിസ്റ്റ്. ഇൻലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി HTML കോഡുകൾ എഴുതും. അപ്പൊ അതിൽ ബോഡി സെക്ഷൻ വരുന്നുണ്ട്, ബോഡി ടാഗ് വരുന്നുണ്ട്. അപ്പൊ ബോഡിക്കുള്ള എഴുതുന്നത് ഇൻലൈൻ, ഇനി ഹെഡിനുള്ള എഴുതുന്നതിന് എംബഡഡ് എന്ന് പറയും. ഇനി ഇതൊന്നും അല്ലാണ്ട് പുറത്ത് നമ്മൾ സെപ്പറേറ്റ് ഫയൽ എഴുതുന്നതിന് ലിങ്ക്ഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ CSS എന്ന് പറഞ്ഞ ഒരു സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് HTML അല്ലാതെ കളർ കൊടുക്കാം, സൈസ് കൊടുക്കുന്നതാണ് നമ്മൾ CSS എന്ന് പറയുന്നത്. ഓക്കെ, ഇൻലൈൻ, എംബഡഡ്, പിന്നെ ലിങ്ക്ഡ്, ഇത് മൂന്നുമാണ് CSSന്റെ പാർട്സുകൾ. ഇനി CSSന്റെ എന്ത് ചോദിക്കാം, ഗുണങ്ങൾ ചോദിക്കാം. റീയൂസബിലിറ്റി ആണ്. അതുപോലെ തന്നെ നമുക്കത് എല്ലാ വെബ് പേജുകളും ഇത് അവൈലബിൾ ആണ്. അതായത് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓൾ പേജ്, വെബ്സൈറ്റ് എല്ലാ പേജുകളും ഇത് എന്ത് ചെയ്യാൻ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് രണ്ടും എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് പഠിച്ചു പോവുക. അടുത്തതാണ് നമ്മുടെ HTMLന്റെ ആട്രിബ്യൂട്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് HTMLന് ടാഗുകളുടെ പഠനമാണ് HTML എന്ന് പറയുന്നത്. എന്താണ്? ടാഗുകളെ കുറിച്ച് പഠിക്കുക അല്ലേ. ടാഗ് ആണ് HTML വരുന്നത്. രണ്ട് തരത്തിലുള്ള ടാഗാണ് മക്കളുള്ളത്. ഒന്ന് കണ്ടെയ്നർ ടാഗ്, പിന്നൊന്ന് എംപ്റ്റി ടാഗ്. നോക്കിയേ, ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു, ഇതിനെയാണ് ക്ലോസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ആംഗിൾ ബ്രാക്കറ്റ് ആണ് ടാഗിന്റെ സിമ്പിൾ. ഇപ്പൊ ഇവിടെ നോക്കി, ഞാനിത് ക്ലോസ് ചെയ്ത് വരച്ചു. അപ്പൊ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉള്ളതിന് നമ്മൾ എന്ത് പറയും? കണ്ടെയ്നർ ടാഗ് എന്ന് പറയും. എന്ത് പറയും? കണ്ടെയ്നർ ടാഗ് എന്ന് പറയും. ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. ഓപ്പണിംഗ് മാത്രമുള്ളതിന് നമ്മൾ എന്ത് പറയും? എംപ്റ്റി ടാഗ് എന്ന് പറയും. ഓപ്പണിംഗ് മാത്രമുള്ളതിന് എന്ത് പറയും? എംപ്റ്റി ടാഗ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചാൽ നമുക്ക് 4ാമത്തെ 5ാമത്തെ 6ാമത്തെ ചാപ്റ്റർ ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ നമ്മുടെ വെബ് ടെക്നോളജിയിൽ ടാഗ് സ്റ്റാർട്ട് ചെയ്യണ്. ടാഗ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉള്ളതിന് നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്നും, ഓപ്പണിംഗ് മാത്രമുള്ളതിന് നമ്മൾ എന്ത് ടാഗ് എന്ന് പറയും? എംപ്റ്റി ടാഗ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് എക്സാമ്പിൾ എഴുതി വെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതായത് കണ്ടെയ്നർ ടാഗിന്റെ എക്സാമ്പിൾ ആണ് ഒന്ന് HTML. അത് ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. ക്ലോസ് ചെയ്തിടാം, കണ്ട. പിന്നെ വേണമെങ്കിൽ നമുക്ക് ബോഡി എഴുതാം. ബോഡി ഓപ്പൺ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യുക? ബോഡി ക്ലോസ് ചെയ്യുക. അങ്ങനെ കുറെ ടാഗുകളുണ്ട്. അപ്പൊ ചോദിക്കുക എംപ്റ്റി ടാഗിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ആകെ കുറച്ച് ടാഗുകളുണ്ട്, അതാണ് കാണാതെ പഠിച്ച എംപ്റ്റി ടാഗ് പഠിക്കാലോ. BR, HR, IMG, ഫ്രെയിം, ഇൻപുട്ട്, ഇതൊക്കെയാണ് എന്ത് ടാഗുകള്? എംപ്റ്റി ടാഗുകൾ. കണ്ട, ഇത്രയും പഠിച്ച ബാക്കിയുള്ളതെല്ലാം എന്താണ്? കണ്ടെയ്നർ ടാഗാണ്. BR, HR, IMG, ഫ്രെയിം, ഇൻപുട്ട്, ഇതൊക്കെ എന്ത് ടാഗുകളാണ്? എംപ്റ്റി ടാഗാണ്. എന്ത് മാത്രമുള്ളൂ? ഓപ്പണിംഗ് മാത്രമുള്ളൂ, ക്ലോസിംഗ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കില്ലേ എംപ്റ്റി ടാഗുകൾ? പഠിക്കില്ലേ എംപ്റ്റി ടാഗ്? ഇപ്പൊ തന്നെ പഠിച്ചു. ഏതൊക്കെയാണ്? BR, HR, IMG, ഫ്രെയിം, ഇൻപുട്ട്, ഇതൊക്കെ എന്ത് ടാഗുകളാണ്? എംപ്റ്റി ടാഗുകൾ. ബാക്കി എല്ലാ ടാഗുകളും എന്താണ്? കണ്ടെയ്നർ ടാഗാണ്. ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നമ്മുടെ HTML കോഡ് നമ്മൾ C++ പഠിച്ചു അല്ലെ. ഹാഷിംഗ് ഒക്കെ വെച്ച് C++ പഠിച്ചു. അപ്പൊ അതുപോലെ നമുക്ക് എന്തിന്റെ HTML ലാംഗ്വേജിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതാണ് ആ സ്ട്രക്ചർ. ഏതാണ്? HTML ഓപ്പൺ ചെയ്യുക, ഹെഡ് ഓപ്പൺ ചെയ്യുക, ടൈറ്റിൽ ഓപ്പൺ ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ടൈറ്റിൽ കൊടുക്കുക, ടൈറ്റിൽ ക്ലോസ് ചെയ്യുക. അത് ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഹെഡ് കൊടുക്കണം. ടൈറ്റിലിന്റെ മാത്രമാണ് നമ്മൾ ഹെഡ് യൂസ് ചെയ്യണത്. അതിനുശേഷം ബോഡി ഓപ്പൺ ചെയ്യുക, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതുക, ദെൻ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക, ദെൻ ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ദെൻ അത്രേ ഉള്ളൂ സ്ട്രക്ചർ ഓഫ് HTML എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആട്രിബ്യൂട്ട് ഉണ്ട്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടാഗുകളുടെ ഉള്ളിൽ കൊടുക്കുന്നതാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇത് എൻ്റെ ഒരു വെബ് പേജാണ്. ഒരു വെബ് പേജ് ഞാനിപ്പോൾ വരച്ചു കഴിഞ്ഞാൽ ആ വെബ് പേജ് നോക്കി, ഇതാണ് എൻ്റെ വെബ് പേജ്. ഇപ്പൊ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ പലതരത്തിലുള്ള കളേഴ്സുകളും അതുപോലെ തന്നെ ഫോട്ടോസുകളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ. അപ്പൊ ഈ വെബ് പേജിൽ ഇപ്പൊ ഒന്നുമില്ല. ഈ വെബ് പേജ് വെറുതെ സ്ക്രീനിൽ കളറൊന്നുമില്ല. എനിക്ക് എൻ്റെ വെബ് പേജ് കുറച്ച് കളർ കൊടുക്കണം. അതായത് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊടുക്കണം, അല്ലെങ്കിൽ കളർ. ഇതെനിക്ക് മൊത്തം റെഡ് കളർ ആക്കണം. ഇതാണ് എൻ്റെ വെബ് പേജ്. ഈ വെബ് പേജ് മൊത്തം എനിക്ക് റെഡ് കളർ ആക്കണം. അപ്പൊ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവില്ലേ. അപ്പൊ റെഡ് കളർ ആക്കാൻ ഞാൻ ബോഡി എന്നുള്ളതാണ് വെബ് പേജിന്റെ കണ്ടന്റ് കൊടുക്കുന്ന സംഭവം. അവിടെ ഞാൻ കൊടുക്കുകയാണ് BG കളർ. കണ്ട, BG കളർ ഈക്വൽ ടു ഞാൻ റെഡ് കൊടുത്തു. അപ്പൊ ഈ തന്നിരിക്കുന്ന വെബ് പേജിന്റെ ഉള്ളിൽ എന്ത് കളർ വരും? ഫുള്ള് റെഡ് ആവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്. ഇത് ടാഗാണ്, ബോഡി എന്നുള്ളത് ഒരു ടാഗാണ്, അതിന്റെ ആട്രിബ്യൂട്ട്. അപ്പൊ ഈ ടാഗിന്റെ ഉള്ളിലാണ് ആട്രിബ്യൂട്ട് എഴുതേണ്ടത്. ആട്രിബ്യൂട്ട് ചെയ്താൽ അതിന്റെ വാല്യൂ എഴുതാം. അപ്പൊ ടാഗിന്റെ ഉള്ളിലായിരിക്കും. ഇതിന്റെ ഉള്ളിൽ എഴുതിയതൊന്നും ഇതിൽ എഴുതി കാണിക്കില്ല. ഇതിന്റെ പുറത്ത് എന്തിട്ടാലും അതായിരിക്കും എഴുതി. ഇപ്പൊ ഞാൻ എന്റെ പുറത്ത് 2 ഇട്ടാ ഇവിടെ 2 വരും.
കണ്ട. അപ്പൊ അതാണ്, അതായത് പുറത്ത് ടാഗിന്റെ പുറത്ത് എഴുതിയാൽ മാത്രമേ അത് നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ടാഗുകളുടെ പ്രത്യേകതകൾ നോക്കാം. ആദ്യത്തെ ടാഗാണ് HTML ഇല്ലേ. HTML ആട്രിബ്യൂട്ട് വേഗം ഒന്ന് നോക്കി. രണ്ട് ആട്രിബ്യൂട്ട് ഉള്ളൂ, ഡിറും ലാങ്ങും. ഡിർ എന്ന് വെച്ചാൽ ഡയറക്ഷൻ. HTML രണ്ട് ഡയറക്ഷൻ ഉള്ളൂ, ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും. അതായത് LTR-ഉം RTL-ഉം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എഴുതണമെങ്കിൽ LTR-ഉം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതണമെങ്കിൽ RTL-ഉം കൊടുക്കാം. ഓക്കെ, ഇനി ലാങ് മീൻസ് ലാംഗ്വേജ്. നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെന്ന് വെച്ചാൽ ആ ലാംഗ്വേജ് കൊടുക്കാം. ഓക്കെ, അവിടെ ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. HTML കൊടുക്കുക, ഡിർ LTR കൊടുക്കുക. ഇനി ലാങ് ഈക്വൽ ടു HA കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ലാംഗ്വേജോ ഏത് രീതിയിൽ വേണമെന്ന് വെച്ചാൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ HTML ആട്രിബ്യൂട്ട് ഏതൊക്കെയാണ്? ഡിറും ലാങ്ങും. അടുത്ത ആട്രിബ്യൂട്ട് ആണ് ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്. അത് കുറച്ചധികം പഠിക്കാനുണ്ട്, നല്ലതുപോലെ പഠിക്കുകയും വേണം. BG കളർ, ബാക്കിൽ കളർ കൊടുക്കാൻ. ബാക്ക്ഗ്രൗണ്ട്, ഇമേജ് സെറ്റ് ചെയ്യാൻ. ടെക്സ്റ്റ്, ഫോണ്ടുകൾക്ക്, അക്ഷരങ്ങൾക്ക് കളർ കൊടുക്കാൻ. ലിങ്കിന് കളർ കൊടുക്കുക. ലിങ്കിന് കളർ ബ്ലൂ ആയിരിക്കും, വിസിറ്റ് ചെയ്യാത്തതിന് കളർ കൊടുക്കാൻ. ലിങ്ക് ആക്റ്റീവിന് കളർ കൊടുക്കാൻ, ഗ്രീൻ ആയിരിക്കും. ലിങ്ക് ഓൾറെഡി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് കളർ കൊടുക്കാൻ, പർപ്പിൾ. അടുത്ത ലെഫ്റ്റ് മാർജിൻ, ലെഫ്റ്റിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇടാൻ. നമ്മുടെ A4 ഷീറ്റൊക്കെ ലെഫ്റ്റിൽ നിന്ന് മാർജിൻ ഉണ്ടാവും. ഇനി ടോപ്പ് മാർജിൻ, ടോപ്പിൽ നിന്ന് റൈറ്റിൽ നിന്ന് ഒരിക്കലും മാർജിൻ വെക്കില്ല. അപ്പൊ ലെഫ്റ്റ് മാർജിനും റൈറ്റ് മാർജിനും. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തിന്റെ ആട്രിബ്യൂട്ട്? ബോഡിയുടെ ആട്രിബ്യൂട്ട്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ഇത് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, അടുത്തതാണ് ഹെഡിങ് ടാഗ്. ഹെഡിങ് ടാഗ് എത്ര ഹെഡിങ് ഉണ്ട് മക്കളെ? നമുക്ക് 6 ഹെഡിങ് ടാഗുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? H1, H2, H3, H4, H5. അങ്ങനെ 6 ഹെഡിങ്ങുകളാണ്. ഏറ്റവും വലിയ ഹെഡിങ് ആണ് H1, ഏറ്റവും ചെറുത് H6. പിന്നെ അങ്ങനെ വരുംതോറും ഇങ്ങനെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ H1 മുതൽ H6 വരെ ആയില്ലേ? ഇത്രയുമാണ് ടാഗുകൾ. ഏറ്റവും വലുത് H1 ആണ്, ഏറ്റവും ചെറുത് H6 ആണ്. ക്ലിയർ ആയില്ലേ മക്കളെ? ഓക്കെ, അതിനൊരു ആട്രിബ്യൂട്ട് അലൈൻ. ഓക്കെ, അടുത്ത P മീൻസ് പാരഗ്രാഫ്. P എന്ന് പറഞ്ഞാൽ എന്താണ്? പാരഗ്രാഫ്. പാരഗ്രാഫ് തിരിക്കാൻ ഉപയോഗിക്കുന്ന ടാഗാണ് P ടാഗ്. P ടാഗിനും ഒരൊറ്റ ആട്രിബ്യൂട്ട് ഉള്ളൂ, അലൈൻ. അപ്പൊ അലൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർമ്മ വേണം. അലൈൻ എന്നാണ് അലൈൻ, ALG, ലെഫ്റ്റ് റൈറ്റ് സെന്റർ. ലെഫ്റ്റ് റൈറ്റ് സെന്റർ എന്നാണ് അലൈൻ എന്ന് പറഞ്ഞാൽ. അതിൽ P ടാഗിന് മാത്രം ജസ്റ്റിഫൈ ഉണ്ട്. പാരഗ്രാഫ് മാത്രം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഈക്വൽ, റൈറ്റ് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡ് ഈക്വൽ, സെന്റർ എന്ന് വെച്ചാൽ നടുക്ക് വരാൻ, ജസ്റ്റിഫൈ എന്നാൽ രണ്ട് സൈഡും ഈക്വൽ ആണ്. ഓക്കെ, അടുത്തത് BR. വെരി 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 ഇമ്പോർട്ടൻറ്റ്. BR, ബ്രേക്ക്, ഇൻസേർട്ട് ലൈൻ ബ്രേക്ക്. താഴെ വരാൻ. നമ്മ താഴെ എഴുതിയ, ഇപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കമ്പ്യൂട്ടർ എഴുതി, താഴെ ഞാനിവിടെ HTML എഴുതി, താഴെ ഞാൻ VB താഴെ എഴുതിയേക്കണം. പക്ഷെ നമ്മൾ എന്താണ് HTML പേജ് താഴെ എഴുതിയ താഴെ വരില്ല. താഴെ വരണമെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ BR തന്നെ എഴുതണം. BR എഴുതിയാൽ ഇത് താഴെ വരുള്ളൂ. അപ്പൊ താഴെ വരാൻ ഉപയോഗിക്കുന്ന ടാഗാണ് BR. HR എന്ന് പറഞ്ഞാൽ അതേ ഇങ്ങനെ ഒരു വര കേട്ടാ, വട്ടത്തിൽ എന്നൊക്കെ നമ്മൾ പറയാം. വട്ടത്തിൽ ഒരു വര വരാൻ, നീളത്തിൽ വരില്ല. നമുക്ക് ഇങ്ങനെ വരാൻ വേണ്ടി, ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻ വരാൻ വേണ്ടി HR ടാഗ്. അപ്പൊ ഈ ലൈൻ നമുക്ക് കളർ കൊടുക്കാം, സൈസ് കൊടുക്കാം, നോ ഷെയ്ഡ് ഒക്കെ കൊടുക്കാം. അപ്പൊ HR-ന്റെ ആട്രിബ്യൂട്ട് ആണ്. HR എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻ ആണ്, സൈസ്, വിഡ്ത്ത്, കളർ, നോ ഷെയ്ഡ്. ഓക്കെ, അടുത്ത സെന്റർ ടാഗ് പഠിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ സെന്റർ ചെയ്യുന്നത് നടുക്ക് വരാൻ. നമ്മൾ എന്ത് എഴുതിയാലും അത് സെന്ററിൽ വരാനാണ് സെന്റർ ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ആട്രിബ്യൂട്ട് ഒന്നും തന്നെ ഇല്ല, നടുക്ക് വരാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ടാഗാണ്. അടുത്ത ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ബോൾഡ് ആവാൻ. അതായത് B എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് നമ്മൾ എഴുതിയേക്കുന്ന മാറ്റർ, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കമ്പ്യൂട്ടറിന് എഴുതിയിട്ടുണ്ട്, അതൊന്ന് കുറച്ച് ബോൾഡ് ആക്കണമെങ്കിൽ B. ഇനി അതിന് അണ്ടർലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ U. ഇനി ഇത് ചരിച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ അണ്ടർലൈൻ കൊടുക്കാൻ U, ചരിച്ച് എഴുതാൻ നമ്മൾ I യൂസ് ചെയ്യും. സ്ട്രൈക്ക് ഇത്ര എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നടുക്കി കൂടി ഒരു വെട്ട് വരും, S. സ്ട്രൈക്ക് എന്ന് പറയും, അല്ലെങ്കിൽ S എന്ന് പറഞ്ഞാലും നടുക്കി കൂടി ഒരു വെട്ട് വരും. സ്മോൾ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ചെറുതാക്കാൻ, ബിഗ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലുതാക്കാൻ. സ്ട്രോങ് എന്ന് വെച്ചാൽ തിക്നെസ് കൂട്ടാം, B തന്നെയാണ്. E എന്ന് പറഞ്ഞാലും എന്ത്? I തന്നെ, അതായത് ചരിച്ച് എഴുതാനാണ് EM എന്ന് പറയുന്നത്. ഇനി പറഞ്ഞ സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റും ആണ്. സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കെമിസ്ട്രി ഒക്കെ പഠിച്ച H2O പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ നമ്മൾ ഫസ്റ്റ് എഴുതുമ്പോൾ ST മുകളിൽ എഴുതും. ഇതൊക്കെ നമ്മൾ അങ്ങനെ പഠിച്ച് ശീലിച്ചിട്ടുണ്ട്. H2 എന്ന് പറയുമ്പോൾ 2ന്റെ സ്ഥലം താഴെ തന്നെയാണ്, Hന്റെ താഴെയാണ്. അപ്പൊ താഴെ വരാൻ ഉപയോഗിക്കുന്നതാണ് SUB. സബ്സ്ക്രിപ്റ്റ് ഫസ്റ്റ് എഴുതുമ്പോൾ ST ഇതിന്റെ മുകളിലാണ്, അപ്പൊ മുകളിൽ വരാൻ സൂപ്പർ സ്ക്രിപ്റ്റ്. ഇനി ഡബിൾ കൊട്ടേഷൻ മാർക്ക് വരാനായിട്ടാണ് Q ടാഗ് കൊടുക്കുന്നത്. ഇനി ലോങ് കൊട്ടേഷൻ വരുന്നതാണ് ബ്ലോക്ക് കോട്ട് കൊടുക്കുന്നത്. ഇത് മൊത്തം ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ആണ് കേട്ടോ. ടെക്സ്റ്റ് ഫോർമാറ്റ് ആക്കി എന്തായാലും ഏതെങ്കിലും 1-2 ചോദിക്കും, ഷുവർ ആണ്. നന്നായിട്ട് പഠിച്ചു പോയിക്കോ. ഇതെല്ലാം കണ്ടെയ്നർ ആണ്, ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ടെക്സ്റ്റ് ഫോർമാറ്റ് ടാഗ്. അടുത്തതാണ് പ്രീ ടാഗ്. നമ്മൾ എഴുതുന്നത് പോലെ തന്നെ വരാൻ ഉപയോഗിക്കുന്ന ടാഗാണ് പ്രീ ടാഗ്. എങ്ങനെ ഞാൻ എഴുതുന്നു അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്യുന്നു അതേപോലെ തന്നെ വരാൻ
പ്രീ ടാഗ് യൂസ് ചെയ്യും. അഡ്രസ് എഴുതാൻ വേണ്ടി അഡ്രസ് ടാഗ് യൂസ് ചെയ്യും. അടുത്തതാണ് മാർക്ക് യു. ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് കണ്ടിട്ടില്ലേ മക്കളെ? ഫ്ലാഷ് ന്യൂസ് എങ്ങനെയാണ് വന്നത്? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? ഈ ലെഫ്റ്റിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഫ്ലാഷ് ന്യൂസ്. അപ്പൊ സ്ക്രോൾ ചെയ്യാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കണ്ടന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചറോ സ്ക്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർക്ക് എന്ന് പറയുന്നത്. സ്ക്രോൾ ചെയ്ത് പോവുക, ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്ക്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യാം, റൈറ്റിന്ന് ലെഫ്റ്റിലേക്ക്, നമുക്ക് ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് ഒക്കെ സ്ക്രോൾ ചെയ്യാം. പിന്നെ മുകളിൽ നിന്ന് താഴേക്ക്, താഴേന്ന് മുകളിലേക്ക് ഒക്കെ നമുക്ക്, താഴെ മുകളിലേക്കൊക്കെ നമുക്ക് സ്ക്രോൾ ചെയ്തോടെ. ന്യൂസ് എങ്ങനെ വേണ്ടി നമുക്ക് സ്ക്രോൾ ചെയ്യാം. അപ്പൊ മാർക്ക് എന്ന് പറയാൻ വെർട്ടിക്കലാണെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് സ്ക്രോൾ ചെയ്യുന്നതിനെയാണ്, ചലിപ്പിച്ചുകൊണ്ടിരിക്കുക, മൂവ് ചെയ്യുന്നതിനെയാണ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂവ് ചെയ്യുന്ന നമുക്ക് കളർ കൊടുക്കാം, ബി ജി കളർ കൊടുക്കാം, ഡയറക്ഷൻ കൊടുക്കാം, ബിഹേവിയർ കൊടുക്കാം, അതുപോലെ തന്നെ വി സ്പേസ്, എച്ച് സ്പേസ്, കുറെ ആട്രിബ്യൂട്ടുകളുണ്ട്. ഏകദേശം 8-9 ആട്രിബ്യൂട്ടും എന്തിനുണ്ട്? മാർക്യൂനുണ്ട്. അതിന് ഏതെങ്കിലും 3-4 എങ്കിലും പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പൊ മാർക്യൂ എന്ന് പറയുന്നത് എന്താണ്? സ്ക്രോള്, അതായത് വെർട്ടിക്കൽ ആയിട്ടും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ട് സ്ക്രോൾ ചെയ്യുന്നതിനാണ് മാർക്യൂ ടാഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിവ് മീൻസ് ഡിവിഷൻ, മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് പാരഗ്രാഫ് മുറിക്കാൻ നമ്മൾ പി ടാഗ് യൂസ് ചെയ്യില്ലേ, അതേപോലെ പല പല സെക്ഷൻ ആയിട്ട് തിരിക്കാനാണ് ഡിവ് ടാഗ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ആട്രിബ്യൂട്ട് ആണ് അലൈൻ, ഐഡി, സ്റ്റൈൽ. അലൈൻ, ഐഡി, സ്റ്റൈൽ. പിന്നെ ഫോണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഫോണിൽ തന്നെ ഫോണ്ടുകൾ പലതും ചെയ്യുന്നല്ലേ. ഫോണ്ട് എന്ന് പറയുമ്പോൾ സൈസ് കൊടുക്കാൻ, കളർ കൊടുക്കാൻ. ഫേസ് സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫേസ് എന്ന് പറഞ്ഞാൽ സ്റ്റൈലാണ് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് IMG. എപ്പോഴും ചോദിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. IMG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ IMG എന്ന് പറയുന്നത്. എന്ത് ഇൻസേർട്ട് ചെയ്യുന്നത്? പിക്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞു പിക്ചർ സെറ്റ് ചെയ്യാൻ, ബാക്കിൽ പിക്ചർ സെറ്റ് ചെയ്യാൻ. അതായത് ഇപ്പൊ ഇതിന്റെ ഒരു വെബ് പേജ് ആണ്, ഇതിലേക്ക് ഫുള്ളായിട്ട് ഒരു പിക്ചർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫുള്ളായിട്ട്, ഇപ്പൊ എനിക്ക് ഇതിൽ ഫുള്ളായിട്ട് ഒരു ഫ്ലവർ വേണം. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? ബോഡി ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു ഫ്ലവർ ഡോട്ട് JPG. കണ്ട, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ പൂവുണ്ടല്ലോ മൊത്തം അങ്ങനെ നിൽക്കും. നമ്മൾ ഫോണിലൊക്കെ വാൾപേപ്പർ ഇടുന്ന പോലെ ഈ വെബ് പേജിൽ മൊത്തം നിൽക്കും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, ഇവിടെ ഒരു പൂ വേണം, ഇവിടെ ഒരു ഫ്ലവർ വേണം, അങ്ങനെ പല പല ഫ്ലവറുകൾ പല പല സ്ഥലത്ത് വേണം. അതിനെയാണ് നമ്മൾ IMG എന്ന് പറയുന്നത്. IMGയുടെ കൂടെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരാളുണ്ട്. IMGയുടെ കൂടെ എപ്പോഴും ചേർക്കേണ്ട ആളാണ് SRC. എന്താണ് IMGയുടെ കൂടെ ചേർക്കേണ്ടത്? SRC. IMG SRC. എന്നിട്ട് വേണം നമ്മൾ ഫ്ലവറിന്റെ പേര് എഴുതാൻ. ഫ്ലവർ ഡോട്ട് JPG. കണ്ട, അപ്പൊ IMGയുടെ കൂടെ ചേർക്കേണ്ട ആളാരാണ്? SRC. അപ്പൊ ഈ IMG SRC കൊടുത്തു, വീണ്ടും IMG SRC കൊടുക്കുക. അങ്ങനെ നമ്മൾ IMG കൊടുക്കും തോറും എത്ര IMG കൊടുക്കുന്നു അത്രയും പിക്ചർ വരും. അപ്പൊ IMGയുടെ കൂടെ ചേർക്കേണ്ട ആളാണ് SRC. അതുപോലെ ഈ പിക്ചറിന് നമുക്ക് ഈ പിക്ചറിന്റെ സൈസ് ഒന്നും കുറയ്ക്കാൻ പറ്റില്ല, അത് മൊത്തം സ്ക്രീനിൽ നിൽക്കുന്നതാണ്. ഈ പിക്ചറിന് വിഡ്ത്ത് കൊടുക്കാം, സൈസ് കൊടുക്കാം, ചുറ്റിനെ ബോർഡർ ഒക്കെ കൊടുക്കാം. അതാണ് IMGയുടെ ആട്രിബ്യൂട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ആട്രിബ്യൂട്ടുകളും ടാഗുകളും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടാഗുകളാണ് ഇപ്പൊ ഈ പറഞ്ഞത് IMG, മാർക്യൂ, HR, പിന്നെ അതുപോലെ തന്നെ ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു പ്രോഗ്രാം കോഡ് രീതിയിൽ എങ്ങനെയാണ് എഴുതേണ്ടത് കാണിച്ചു തരാം. ഇത് പ്രീവിയസ് ഇയർ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അതും കൂടി കാണിച്ചു തരാം. എങ്ങനെയാണ് കോഡ് എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് തന്നിട്ട് റൈറ്റ് ദ കോഡ് എന്ന് പറഞ്ഞു തരും. അപ്പൊ കോഡ് എഴുതാൻ അറിയാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒരു കോഡ് കാണിച്ചു തരാം. എങ്ങനെയാണ് ഒരു കോഡ് എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ A greater than B ഇങ്ങനെ തന്നിട്ട് ഇതിന്റെ കോഡ് എഴുതാൻ ചിലപ്പോൾ തരും. അല്ലെങ്കിൽ ഇങ്ങനെ A² + B ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ കോഡ് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് എന്ത് ചെയ്താ? HTML, ഹെഡ്, ടൈറ്റിൽ. ഇപ്പൊ ടൈറ്റിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ക്വസ്റ്റ്യൻ നമ്പർ എഴുതാ, വർക്ക് എന്ന് എഴുതാ, ദെൻ ടൈറ്റിൽ ക്ലോസ് ചെയ്യുക, ദെൻ ഹെഡ് ക്ലോസ് ചെയ്യുക. ടൈറ്റിൽ ഇഷ്ടമുള്ളത് കൊടുക്കാട്ടാ. ബോഡി ഓപ്പൺ ചെയ്യുക. ഓക്കെ, ദെൻ ഈ സാധനത്തിന് പറയുന്നത് എന്താണ് മക്കളെ? ഗ്രേറ്റർ ദാൻ അല്ലേ? ഗ്രേറ്റർ ദാൻ. ഇത് സ്പെഷ്യൽ ക്യാരക്ടർ ഫംഗ്ഷൻ ആണ് ട്ടാ. ഇത് ലെസ് ദാൻ. ഓക്കെ, ഈ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ അങ്ങനെ കുറെ സിമ്പലുകൾ ഉണ്ട്. അതിനൊക്കെ നമുക്ക് ടാഗുകൾ ഉണ്ട്. A എഴുതാം. ഈ ഗ്രേറ്റർ ദാൻ അല്ലേ ഇവിടെ കിടക്കണം? ഗ്രേറ്റർ ദാൻ ആംപർസാൻഡ് GT എന്ന് കൊടുക്കുക, സെമിക്കോൺ ഇടാം. എന്നാൽ ഈ സിമ്പൽ വരും. B എഴുതാം. ഓക്കെ, ദെൻ താഴെ വരാൻ BR കൊടുത്തു. ഇനി A² ആണ്. A² എന്ന് പറഞ്ഞാൽ മുകളിൽ വരണ്ടേ? മുകളിൽ വരാൻ SUP എന്നിട്ട് 2 എഴുതാം. എന്നിട്ട് അപ്പൊ തന്നെ SUP ക്ലോസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് മുകളിൽ വരും. പ്ലസ് ഇടാ, ദെൻ B എഴുതാം.
അവസാനം എന്ത് ക്ലോസ് ചെയ്യുക? ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഇങ്ങനെ വേണം കോഡ് എഴുതാനായിട്ട്. ഇനി ലെസ് ദാൻ ആണെങ്കിൽ ആംബർസാൻഡ് LT കൊടുക്കുക. സെമിക്കോളം മസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇത് സ്പെഷ്യൽ ക്യാരക്ടർ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ, ഔട്ട്പുട്ട് തരുമ്പോൾ അതിന്റെ കോഡ് എഴുതേണ്ട രീതി ഇങ്ങനെയാണ്. HTML ഹെഡ്, ടൈറ്റിൽ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക, ടൈറ്റിൽ ക്ലോസ് ചെയ്യുക, ഹെഡ് ക്ലോസ് ചെയ്യുക, ബോഡി ഓപ്പൺ ചെയ്യുക. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് എഴുതിയതിന് ശേഷം ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് കോഡ് എഴുതേണ്ടത്. അപ്പൊ നമ്മുടെ 4 ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ച് നല്ലതുപോലെ പരീക്ഷ എഴുതാ, പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാം. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ പ്രാർത്ഥിക്കുക. ഓക്കെ, ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ, ബൈ.